ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. പറയുന്ന കാര്യം കേൾക്കെ തന്നെ ഉഷാറായിട്ട് കൈവീശി കാണിച്ച എല്ലാവരും ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈവീശി പിള്ളേരെ നോക്കട്ടെ, എനർജി ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും നിവർന്നിരിക്കുക. നമ്മുടെ പ്രയർ ടൈമായ എല്ലാവരും നട്ടലൊക്കെ നിവർന്നിരിക്കുക കേട്ടോ, നിവർന്നിരിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് ഓൾമോസ്റ്റ് എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പറയും. അപ്പൊ എല്ലാവരും നിങ്ങൾ പഠിക്കാതെ ഏതെങ്കിലും ടേം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിന് ശേഷം ഒന്ന് വായിച്ച് പഠിച്ചിട്ട് ഇത് കിടന്ന് ഉറങ്ങിയാൽ മതി കേട്ടോ. ഓക്കെ ആണോ? യെസ്. നാളെ രാവിലെ എന്ത് ചെയ്യുക, എല്ലാ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക കേട്ടോ. ടെൻഷൻ ആവേണ്ട, നിങ്ങൾ ജസ്റ്റ് വായിച്ചു വിടുക. അത് നല്ല രീതിയിൽ അടിപൊളിയായിട്ടൊക്കെ എക്സാം എഴുതുക. എങ്ങനെയാണ് എക്സാം എഴുതണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. ഇത് എത്ര മാർക്കിന് എത്ര എഴുതണം, 5 മാർക്കിന് എത്ര എഴുതണം ഒക്കെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പൊ എല്ലാവരും ക്ലാസ് കഴിയുന്നത് തന്നെ ക്ലാസ് കാണാം കേട്ടോ. ക്ലാസ് കംപ്ലീറ്റ് ആകുന്നത് വരെ തന്നെ ബിസിനസ് സ്റ്റഡീസിന്റെ ക്ലാസ് ഫുൾ ആയിട്ട് കാണുക. അപ്പോ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ലിങ്ക് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പുകളിലും നിങ്ങളുടെ അതുപോലെ തന്നെ ക്ലാസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് എല്ലാവരും കയറാൻ പറയാം. അവരൊക്കെ പഠിക്കട്ടെ, നിങ്ങൾ മാത്രം പഠിച്ചാൽ പോരല്ലോ അല്ലേ. സെൽഫിഷ് ആവരുത് കേട്ടോ. അപ്പൊ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് എല്ലാവരോടും കയറി വരാനായിട്ട് പറയാം കേട്ടോ. യെസ്, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒന്ന് വീഡിയോ ഓഫ് ആവുന്നുണ്ട്, അതിനുശേഷം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കാം സാറേ. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച് എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈവീശി കാണിച്ച്. യെസ്. അപ്പൊ നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത് സെക്കൻഡ് ടേമിന്റെ പോർഷൻസ് ആണ് കേട്ടോ. അതായത് ഓണപരീക്ഷയ്ക്ക് ശേഷം നമ്മുടെ സെക്കൻഡ് ടേമിൽ വരുന്ന ചാപ്റ്ററുകളാണ് ആദ്യം ഡിസ്കസ് ചെയ്യുക. കാരണം കൂടുതൽ വെയിറ്റേജ് ആ ചാപ്റ്ററിൽ തന്നെയായിരിക്കും വരിക. പക്ഷെ അതായത് +1 ഇരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ബിസിനസ് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഇരിക്കുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് ഓണപരീക്ഷ നടന്നിട്ടുണ്ട്, അവർക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും എന്താണ് കാണുന്നല്ലേ കണ്ടുപിടിക്കാണല്ലേ. നിങ്ങൾക്ക് കുറച്ച് എന്താണ് ദൈവമേ ഈ ബാക്കി പറ. ഓക്കെ മകളെ, അപ്പൊ നമുക്ക് പഠിക്കേണ്ട ചാപ്റ്ററിൽ ഏതൊക്കെയാന്ന് പറയാം. സാർ ഒന്ന് കാണിച്ചേക്ക്. സെക്കൻഡ് ടേമിലുള്ള ചാപ്റ്റർ 6th ചാപ്റ്റർ തൊട്ടാണ് നമ്മുടെ സെക്കൻഡ് ടേം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാഫിംഗ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്. ആകെ 4 ചാപ്റ്റർ ഉള്ളൂ അല്ലെ. പക്ഷെ പഠിക്കാൻ ഒരുപാട്. അതിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണെങ്കിൽ കൂടുതൽ ടെസ്റ്റ് ചോദിക്കുന്ന പോർഷൻസ് 5 മാർക്കിന്റെ പോർഷൻസ് ഒരുപാട് വരാറുണ്ട്. സ്റ്റാഫിംഗ് വരാറുണ്ട്. സ്റ്റാഫിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാഫിംഗ് ആകുമ്പോൾ സ്റ്റാഫിംഗ് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ സ്റ്റാഫിംഗിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊക്കെയാ നോക്കാം. ആദ്യം സ്റ്റാഫിംഗ് എന്താണ്. അപ്പൊ സ്റ്റാഫിംഗ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അതെ. മക്കളെ, സ്റ്റാഫിംഗ് ചോദിച്ചാലും പ്ലാനിംഗ് ചോദിച്ചാലും മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് എഴുതി വെക്കാം. ഇറ്റ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇത്. ഏത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്ലാനിംഗ് ആണെങ്കിൽ പ്ലാനിംഗ്, ഓർഗനൈസിംഗ് ആണെങ്കിൽ ഓർഗനൈസിംഗ്. അതങ്ങനെ എഴുതാം. ഓക്കെ ആണെങ്കിൽ കേസ് കാണിച്ചേ. അപ്പൊ എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ? പുട്ടിംഗ് റൈറ്റ് പേഴ്സൺ ഫോർ ദി റൈറ്റ് ജോബ്. റൈറ്റ് പേഴ്സൺ ഫോർ ദി റൈറ്റ് ജോബ്. ഓർത്ത് വെക്കുക, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്ക് വാങ്ങി ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഫുൾ മാർക്ക് എന്താ പറഞ്ഞേ? അനുഭവം. ഫുൾ മാർക്ക് എന്ന് പറയുന്നത് റൈറ്റ് പേഴ്സൺ ഫോർ ദി റൈറ്റ് ജോബ് അല്ലെ. കൃത്യമായിട്ടുള്ള ജോലി കൃത്യമായ ആളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് നിയമനം എന്നാണ് അർത്ഥം. ഇനി സ്റ്റാഫിന്റെ സ്റ്റെപ്സ് ആണ് മക്കളെ. സ്റ്റാഫിന്റെ സ്റ്റെപ്സ്, ഈ സ്റ്റെപ്സ് പഠിക്കുമ്പോൾ എപ്പോഴും ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. അതായത് ഒരെണ്ണം കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പ് കൊണ്ട് എഴുതരുത്. സ്റ്റെപ്സ് അഥവാ സ്റ്റേജസ്, പ്രോസസ്. ഈ 3 കാര്യം ചോദിച്ചാലും അത് സ്റ്റെപ്പ് തന്നെയാണ് എഴുതേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാൻ പവർ പ്ലാനിംഗ് ആണ്. അതായത് നമ്മൾ സ്റ്റാഫിങ്ങിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനിലേക്ക് എത്ര ആളുകളെയാണ് വേണ്ടത്, അവരുടെ എണ്ണത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് മാൻ പവർ പ്ലാനിംഗ്. ഈ വർഷം എത്ര ആളുകളുടെ വേക്കൻസി ഉണ്ട്. റിക്രൂട്ട്മെന്റ് ആണ് മക്കളെ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് and stimulating them to apply jobs in the organization. Yes, ഓർഗനൈസേഷനിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസേഷനിൽ ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തുക, സെർച്ച് ചെയ്യുക. അതിനാണ് എന്താ പറയാ? റിക്രൂട്ട്മെന്റ് എന്ന് പറയാം. റിക്രൂട്ട്മെന്റ് എന്ന് സെർച്ച് ചെയ്യുന്ന പ്രോസസ് ആണ് കേട്ടോ. ഇത് ഓർത്ത് വെക്കണേ. സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് വരും. നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് കുറച്ച് പേര് നമ്മൾ സെലക്ട് ചെയ്യും. ചൂസിംഗ് ദ റൈറ്റ് പേഴ്സൺ. ഇന്റർവ്യൂവിനൊക്കെ ഒരുപാട് ആളുകൾ വരും അല്ലെ. ഈ റിക്രൂട്ട്മെന്റ് സമയത്ത് കുറെ ഇന്റർവ്യൂവിന് ആളുകൾ വരും.
അതിൽ നിന്ന് ശരിയായ വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക. അതാണ് സെലക്ഷൻ. അടുത്തതാണ് പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ ഓർഗനൈസേഷനിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഡ്യൂട്ടീസ് പറഞ്ഞു കൊടുക്കും, അവർക്ക് പൊസിഷൻ കൊടുക്കും, അവരെ നമ്മൾ ഓർഗനൈസേഷൻ മൊത്തം പരിചയപ്പെടുത്തി കൊടുക്കും. ഫെമിലറൈസിംഗ് ദി ഓർഗനൈസേഷൻ എന്ന് പറയാം. അടുത്ത 5ാമത്തെ സ്റ്റെപ്പ് ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അവരുടെ നോളജ് നമ്മൾ നോക്കിയിട്ട് അവരുടെ നോളജ് കുറച്ച് ഇംപ്രൂവ് ചെയ്യണം അല്ലേ. അപ്പൊ അവർക്ക് അതിന് വേണ്ട എന്ത് കൊടുക്കാം, എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും, ട്രെയിനിങ് കൊടുക്കും. അതുവഴി അവർക്ക് നമ്മൾ ഡെവലപ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അടുത്ത പെർഫോമൻസ് അപ്രൈസൽ. അതിന് എന്ത് ചെയ്യും, ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ്. ആ തൊഴിലാളിയുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തും അല്ലെ. ട്രെയിനിങ് കൊടുക്കുന്നതിന് മുൻപും ട്രെയിനിങ് കൊടുത്ത ശേഷമുള്ള പെർഫോമൻസ് എങ്ങനെയാണ് വിലയിരുത്തും. ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ നിർത്തുള്ളൂ. അടുത്താണ് പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിംഗ്. ലോവർ ലെവൽ ടു ഹയർ ലെവൽ ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ആണ്. അതായത് നമ്മളിപ്പോ ഓർഗനൈസേഷനിൽ ഓൾറെഡി ട്രെയിനിങ് കൊടുത്തു എംപ്ലോയീസ്. അപ്പൊ അവരുടെ വർക്ക് കൂടുതൽ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കൂടാണ്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കൂടാൻ നമ്മൾ എന്ത് കൊടുക്കും, പ്രൊമോഷൻ കൊടുക്കും, കരിയറിൽ ഒരു ഗ്രോത്ത് കൊടുക്കും. അതിനെയാണ് എന്ത് പറയാ, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിംഗ് എന്ന് പറയാം. ലാസ്റ്റ് ആണ് കോമ്പൻസേഷൻ. അവരുടെ സാലറി അല്ലെ, സാലറി ആണെങ്കിൽ സാലറി, വേജസ് ആണെങ്കിൽ വേജസ്. പണി എടുപ്പിച്ചാൽ മാത്രം പോലെ കൃത്യമായിട്ട് എന്ത് കൊടുക്കുക, സാലറി കൊടുക്കണം. പൈസ കൊടുക്കേണ്ട ആരും ജോലിക്ക് വരില്ലല്ലോ. സ്റ്റെപ്സ് ഓർഡറിൽ തന്നെ പഠിക്കുക. ഓർത്ത് വെക്കണമെങ്കിൽ കോഡൊക്കെ വെച്ച് പഠിക്കാൻ നോക്കാം. 8 പോയിന്റ് മക്കളെ നിങ്ങൾ 8 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെക്കാം, മാറി എഴുതരുത്. അപ്പൊ കോഡൊക്കെ ഫസ്റ്റ് ലെറ്റർ ഒക്കെ വെച്ചിട്ട് കോഡൊക്കെ ഉണ്ടാക്കി വെക്കാൻ നമ്മൾ തെറ്റൂല. അപ്പൊ അങ്ങനെ ഒന്നും മാറിപ്പോവില്ല. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഇതിലൊരു പോസിറ്റീവ് പ്രോസസ്, നെഗറ്റീവ് പ്രോസസ് എന്തോ ഇല്ലേ? അത് നമ്മൾ ഇനി ഓൾറെഡി പറയുന്നുണ്ട്, കാരണം വൺ വേർഡ് ചോദിക്കുന്ന പോർഷൻസ് ആണല്ലോ. എലമെന്റ്സ് ചോദിച്ചാലും ആസെപ്റ്റ്സ് ചോദിച്ചാലും തന്നെയാണ്. സ്റ്റാഫിംഗ് നമുക്ക് 3 ആസെപ്റ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്. നമ്മൾ ഇവിടെ പ്രത്യേകത ഉണ്ട് സാറേ, റിക്രൂട്ട്മെന്റും സെലക്ഷൻ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണോ ഇത് തന്നെയാണ് ത്രൂ ഔട്ട് ഈ ചാപ്റ്റർ മൊത്തം പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എന്താണ് റിക്രൂട്ട്മെന്റും സെലക്ഷനും ആണ്. അപ്പൊ വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് ചോദിച്ചാൽ ഇത് 3 ആണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, താഴെ എലമെന്റ് ഓഫ് സ്റ്റാഫിംഗ് അല്ലാത്തത് ഇത് 3 ഉണ്ടോ, പിന്നെ അപ്പൊ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ് ഇതാണ് സ്റ്റാഫിംഗിന്റെ എലമെന്റ്സ്. ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും നോക്കട്ടെ. റിക്രൂട്ട്മെന്റ് 2 റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഇന്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റ്, എക്സ്റ്റേണൽ ഉണ്ട്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ ഉള്ളിൽ അല്ലേ, മനസ്സിലായോ? അപ്പൊ അകത്തുള്ള ആ ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അപ്പൊ ഇന്റേണൽ ഏതൊക്കെ വരുന്ന ടീച്ചർ? ട്രാൻസ്ഫർ ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്. എന്താണ് ട്രാൻസ്ഫർ? ട്രാൻസ്ഫർ പ്രൊമോഷൻ മാറി മാറി പോകരുത് കേട്ടോ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ shifting of an employees from one job to another without change of responsibility. അല്ലെ, അതായത് ഉത്തരവാദിത്തങ്ങളോ കോമ്പൻസേഷനിലോ മാറ്റമില്ലാതെ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് ഒരു എംപ്ലോയിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾ കേട്ടില്ലേ പോലീസുകാർക്ക് ട്രാൻസ്ഫർ കൊടുക്കുക, പ്ലേസ് മാറാം, സ്ഥലം മാറാം, ബ്രാഞ്ച് മാറാം, പക്ഷെ അവരുടെ പൊസിഷൻ സെയിം തന്നെയായിരിക്കും, സാലറി സെയിം ആയിരിക്കും. ക്ലിയർ ആയോ? അതുപോലെ മക്കൾ ഇതിന് എന്ത് പറയാ, ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ എന്ന് പറയാം. നമുക്ക് എന്താണ് പൊസിഷൻ മാത്രം മാറുന്നുള്ളൂ. അപ്പൊ എന്താണ് ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ എന്ന് പറയാ, പ്ലേസ് മാത്രം മാറുന്നുള്ളൂ. ഓക്കെ, അടുത്താണ് പ്രൊമോഷൻ. പ്രൊമോഷൻ പക്ഷെ അതല്ല, അത് ശ്രദ്ധിക്കണം. ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി, രണ്ടിന്റെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേപോലെയാണ്, പക്ഷേ ഫ്രം ലോവർ പൊസിഷൻ ടു ഹയർ പൊസിഷനിലേക്കാണ്, ലോവറിൽ നിന്ന് മുകളിലേക്ക് പോകാനുള്ള ട്രാൻസ്ഫറിനെയാണ് പ്രൊമോഷൻ എന്ന് പറയാം. അപ്പൊ ഇത് ഹൊറിസോണ്ടൽ അല്ല, ഇത് എന്താ, വെർട്ടിക്കൽ ആയിരിക്കും മക്കളെ, താഴെ മുകളിൽ. അപ്പൊ വെർട്ടിക്കൽ ആണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നു? റെസ്പോൺസിബിലിറ്റി മാറുന്നുണ്ട്, സാലറി മാറുന്നുണ്ട്, സ്റ്റാറ്റസ് മാറുന്നുണ്ട്. ഓർത്ത് വെക്കാം. അതായത് ബി ലെവൽ എംപ്ലോയി എ ലെവൽ എംപ്ലോയി, മൈ ബോസ് ഓർത്താൽ മതി. മൈ ബോസ് ഓർത്താൽ മതി മക്കളെ. ബി ലെവൽ എംപ്ലോയി ആയ ഒരാളെ എ ലെവൽ എംപ്ലോയിലേക്ക് മാറ്റാം. പ്രൊമോഷൻ. ക്ലിയർ ആണെങ്കിലും കഴിച്ച് കാണിച്ചാൽ നോക്കട്ടെ. ഇതെല്ലാം ഇന്റേണൽ സോഴ്സ് ആണ് കേട്ടോ. ബിസിനസിന് തന്നെ മാറ്റുന്നതാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. നമുക്ക് ഇനി അടുത്തേക്ക് പോകാലോ. നെക്സ്റ്റ് പോകാം. അടുത്തതാണ് എക്സ്റ്റേണൽ സോഴ്സ്. പുറത്തുനിന്നും ഒരാളെ നമ്മൾ നിയമിക്കുന്നത് എങ്ങനെയൊക്കെ? ഓർഗനൈസേഷന്റെ ഔട്ട്സൈഡ് നമ്മൾ എംപ്ലോയീസിനെ എടുത്താൽ അത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. മെയിൻ ആയിട്ട് കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്, അധികം പോയിന്റ്സ് വരുന്നുണ്ട്. ചിലപ്പോൾ 8 മാർക്കിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള 8 മാർക്ക് തന്നെയാണ് ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ. എക്സ്റ്റേണൽ മാത്രം 8 മാർക്കിന് ചോദിക്കും കേട്ടോ. ഇത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്.
ഒന്നാമത് ഡയറക്ട് Recruitment. റിക്രൂട്ട്മെന്റ്. എന്താണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്? അതായത് ഇപ്പൊ നമ്മളൊരു കമ്പനിയുടെ ഓർഗനൈസേഷനിൽ അതിന്റെ നോട്ടീസ് ബോർഡിൽ വേക്കൻസിയുടെ കാര്യങ്ങളൊക്കെ പരസ്യപ്പെടുത്തിയിട്ട് ആളുകൾ അത് കണ്ടുവരികയാണെങ്കിൽ അതിനാണ് എന്ത് പറയാ, ഡയറക്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയാ. നമ്മൾ ഓർഗനൈസേഷന്റെ പുറത്ത് നോട്ടീസ് കൊടുക്കുന്നു, അത് കണ്ട ആളുകൾ വന്നിട്ട് അതായത് നോട്ടീസ് നമ്മൾ പബ്ലിഷ് ചെയ്യും ഇത്ര വേക്കൻസി ഉണ്ട്, അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും, അന്വേഷിച്ച് വരുമ്പോൾ അത് കാണുമ്പോൾ നേരിട്ട് ഓൺ ദി സ്പോട്ട് ആയിട്ട് സെലക്ഷൻ നടത്തി വെക്കാം. കാഷ്വൽ കോളർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മളിപ്പോ ചിലപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കി നമ്മൾ എന്ത് ചെയ്യും, ജോലി എടുക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബയോഡാറ്റാസ് CV കൊണ്ടേ കൊടുത്ത് ഏതെങ്കിലും ഒരു കമ്പനിയിലെ കൊണ്ടേ കൊടുക്കും. അപ്പൊ അവരത് കളയാതെ സൂക്ഷിച്ചു വെക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഡാറ്റാ ബേസിസിൽ നിന്ന് അവർ പെട്ടെന്ന് ഒരു വേക്കൻസിയിൽ ആളുകൾ വിളിക്കുകയാണെങ്കിൽ അതാണ് എന്ത്, കാഷ്വൽ കോളേഴ്സ് എന്ന് പറയാം. നമുക്ക് ഒരു എക്സാമ്പിൾ പോലെ പൂജ ടീച്ചർ 2 വർഷം മുമ്പ് ബയോഡാറ്റ ഇവിടെ കൊടുത്തതാണ്. നമുക്ക് എക്കണോമിക്സിന്റെ വേക്കൻസി പൂജ വിളിച്ചു, ഇവിടുത്തെ ബയോഡാറ്റ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ആ ബയോഡാറ്റ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് നമ്മൾ ടീച്ചറെ വിളിച്ചു. അതാണ് കാഷ്വൽ കോളർ. ക്ലിയർ ആണോ മക്കളെ? കോളർ ക്ലിയർ ആയി കാണിച്ചേ. അത് അഡ്വർടൈസ്മെന്റ്, അത് നമ്മൾ ഡെയിലി കാണുന്നതാണ് അല്ലെ, അത് നമ്മുടെ പേപ്പറിലൊക്കെ നോക്കിയിട്ട് മാഗസീൻസിൽ ഉണ്ടാകാം, ജേർണൽസിൽ ഉണ്ടാകാം. അതാണ് അഡ്വർടൈസ്മെന്റ്. അടുത്ത എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. നിങ്ങൾ ആരെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അപ്പൊ അതും അവർക്ക് അറിയാം അല്ലെ. ഇത് +2 കഴിയുമ്പോൾ പോണട്ടെ മക്കളെ, 10ാം ക്ലാസ് മാത്രമേ ഉള്ളവർ കരുതും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ വീണ്ടും പോയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഡിഗ്രി കഴിയുമ്പോൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ 10ാം ക്ലാസ് വരെ കൊടുത്തിട്ടുള്ളൂ, കാരണം മനസ്സിലായില്ലേ, പിന്നെ ഞാൻ പോയിട്ടില്ല. അപ്പൊ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ക്ലിയർ ആണല്ലോ. ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. അതുവഴി നമുക്ക് ജോബ് സീക്കേഴ്സിന് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേക്കൻസീസ് അറിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അതാണ് പ്ലേസ്മെന്റ് ഏജൻസി. നമ്മൾ ഏജന്റിനൊക്കെ പൈസ കൊടുക്കില്ല, ഇതേപോലെ തന്നെ കാനഡയിലൊക്കെ പോകാനായിട്ട് ഏജന്റുമാർക്ക് പൈസ കൊടുക്കില്ലേ, അതേപോലെ ജോലിക്ക് നമ്മൾ പൈസ കൊടുത്ത് കുറെ പേര് തട്ടിപ്പിലൊക്കെ വീഴുന്നുണ്ട്. പക്ഷെ അതല്ല ഇത് ശരിക്കും ഏജൻസി. ക്ലിയർ അല്ലേ? അപ്പൊ ഏജൻസിക്ക് നമ്മൾ ബയോഡാറ്റ കൊടുത്തിട്ട് അവർ എന്തെങ്കിലും ഫീസ് ഒക്കെ അടച്ചിട്ട് വേക്കൻസി വന്ന് നമ്മൾ ഇൻഫോം ചെയ്യും, നമ്മൾ ഇന്റർവ്യൂ പോവാ, നമുക്ക് ജോലി കിട്ടും. അടുത്ത ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. നിങ്ങൾ നല്ല കോളേജിലൊക്കെ പഠിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നാളത്തെ എക്സാമിന് ഫുൾ മാർക്ക് മേടിച്ചാൽ പോരാ, പബ്ലിക് എക്സാമിന് വാങ്ങണം. അങ്ങനെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ. അപ്പൊ പബ്ലിക് എക്സാമിന് നല്ല മാർക്കൊക്കെ മേടിച്ച് അടിപൊളി കോളേജിലൊക്കെ ഡിഗ്രിക്കൊക്കെ പോയാല് അവിടെ എന്ത് വരും, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, വലിയ വലിയ സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെന്റ് വരും. റിക്രൂട്ട്മെന്റ് ചെയ്യാനായിട്ട് ആള് വരും. അപ്പൊ നല്ല കാലിബർ ഉള്ള ആൾക്കാർ അവരെന്ത് ചെയ്യും, അപ്പൊ തന്നെ കൊത്തിക്കൊണ്ടുപോകും, സാലറി ഓഫർ ചെയ്യും. അതാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. അടുത്ത സാറേ, അടുത്ത ഞാൻ പറയട്ടെ. നമ്മുടെ അരുൺ സാർ നോക്കിയാൽ അരുൺ സാർ സാറിന്റെ റെക്കമെൻഡേഷനിലാണ്. അപ്പൊ ഇതേപോലെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന്റെ ആളാണ്. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് എന്താണ്, ഒരു റെക്കമെൻഡേഷൻ മൂലം നമുക്ക് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ് എക്സാമ്പിൾ അരുൺ സാറാണ്. പക്ഷെ ആൾക്കാർ നന്ദിയില്ലല്ലോ സാറേ. മനസ്സിലായില്ലേ? അപ്പൊ റെക്കമെൻഡേഷനിലൂടെ ഒരാൾ ജോലിയിൽ കയറുകയാണെങ്കിൽ അതാണ് റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ്. ക്ലിയർ ആയോ? അടുത്ത ലേബർ കോൺട്രാക്ട്. ഈ കോൺട്രാക്ട് അതിപ്പോ നമ്മൾ ഡെൽവിൻ സാറിനെ വിളിക്കൂലേ, ഡെൽവിൻ സാറിനെ വിളിക്കാറില്ല, അങ്ങനെയല്ല ഡെൽവിൻ സാറിനെ വിളിച്ചത്. കുറച്ച് കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അത് ലേബർ കോൺട്രാക്ട്. കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് ബംഗാളികളൊക്കെ നോക്കുക ഒരാളുണ്ടാവും. അപ്പൊ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ബംഗാളികൾ വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക്. ഇപ്പൊ എക്സാമ്പിൾ വർക്ക് കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ആളുകളെ 10 ദിവസത്തേക്ക് ഒരു ദിവസത്തേക്ക് നമ്മൾ കുറച്ച് പേരെ അറേഞ്ച് ചെയ്യും. അതാണ് ലേബർ കോൺട്രാക്ടേഴ്സ്. ഇൻഡീഡ് അല്ല ലിങ്ക്ഡ് എന്നൊക്കെ പോലത്തെ വെബ്സൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വേക്കൻസീസ് അറിയാൻ പറ്റും. 9 അപ്പൊ നിങ്ങൾ എക്സാമിന് ചോദിക്കുക, 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 8 എണ്ണം എഴുതണം. റിക്രൂട്ട്മെന്റ് എന്താണെന്ന് പറയണം. അല്ല ഓടിപ്പോയിട്ട് വെരിഫിച്ച് ചെയ്തിട്ട് ആദ്യം ചെയ്യണം റിക്രൂട്ട്മെന്റ് എന്ന് പറയണം. റിക്രൂട്ട്മെന്റ് എത്ര ഉണ്ടെന്ന് പറയണം. ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ടെന്ന് പറയണം. ഇന്റേണൽ ഏതൊക്കെയാന്ന് പറയണം. ട്രാൻസ്ഫർ ഉണ്ട്, പ്രൊമോഷൻ ഉണ്ടെന്ന് പറയണം. ഇന്റേണൽ ചോദിച്ച എക്സ്റ്റേണൽ ആണെങ്കിൽ ഇന്റേണൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, ട്രാൻസ്ഫർ പ്രൊമോഷൻ എന്ന് മാത്രം പറഞ്ഞാൽ ഡയഗ്രം വരച്ച് വെക്കാം. ബിസിനസ് സ്റ്റഡീസ് ഡയഗ്രം മസ്റ്റ് ആണ്. എക്സ്റ്റേണൽ എന്ന് പറയാ ഈ പോയിന്റുകളൊക്കെ ഒന്ന് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നേരെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഹെഡിങ് തിരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണോ? മാക്സിമം ലെങ്തി ആക്കാൻ നോക്കാം. 8 മാർക്കിനാണെങ്കിലും എന്ന് കരുതി 4 മാർക്കിന് ചോദിച്ചിട്ട് ലെങ്തി ആക്കി വെച്ചോണ്ടിരിക്കരുത്. സമയം 8 മാർക്കിലോട്ട് എത്തില്ല. അങ്ങനെ ഒരു ഭാരം കിട്ടും. അതന്നെ, ബുദ്ധിപൂർവ്വം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാം. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അടുത്തതും ഇതേപോലെ തന്നെ ടോപ്പിക് ആണ് സെലക്ഷന്റെ പ്രോസസ്. എങ്ങനെ ഓർഗനൈസേഷനിലെ എംപ്ലോയിനെ സെലക്ട് ചെയ്യാം. സെലക്ഷന്റെ സ്റ്റെപ്പ് ആണ് കേട്ടോ മക്കളെ. ഇതും എസ്സി ആയിട്ട് മേബി ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാ, ഒരു തൊഴിലാളി നല്ല തൊഴിലാളികളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക. ആദ്യം നമ്മൾ എന്താ ചെയ്യുക, പ്രിലിമിനറി സ്ക്രീനിങ്. അയാൾ എന്ത് വരും, നമുക്ക് ആപ്ലിക്കേഷൻ കൊണ്ടുതരും അല്ലെങ്കിൽ CV കൊണ്ടുതരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ CV നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ സ്ക്രൂട്ടിനിറ്റി പരിശോധിക്കും. അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതാണോ, കറക്റ്റ് ആണോ നോക്കിയിട്ട് നമ്മൾ എന്താണ് അൺക്വാളിഫൈഡ് ജോബ് സീക്കേഴ്സിനെ അപ്പൊ തന്നെ എടുത്ത് കളയും അല്ലെ. അത് കാണുന്നത് അതന്നെ, പാട് നോക്കിയിട്ട് പോകാൻ അനുവദിക്കൂല, അപ്പൊ തന്നെ എടുത്ത് കളയും. മനസ്സിലായോ? ക്ലിയർ ആയോ? അതാണ് എലിമിനേറ്റ് അൺക്വാളിഫൈഡ്
Job seekers, yes. 2 സെലക്ഷൻ ടെസ്റ്റ് നടത്തും. മക്കളെ ഈ ടെസ്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. അതെ, ടെസ്റ്റ് മാത്രം ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നാളെ നിങ്ങൾക്ക് ബിസിനസിന്റെ ടെസ്റ്റ് ആണ്, അത് ഓർമ്മ വേണം. ഇത് ആ ടെസ്റ്റ് അല്ല, ഇതെന്താണ്? ഇത് ഇന്റലിജന്റ് ടെസ്റ്റ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, ഇന്റലിജന്റ് ടെസ്റ്റ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്, ട്രേഡ് ടെസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഉണ്ട്. 5 ടെസ്റ്റ് ഉണ്ട്, ഓർത്ത് വെക്കാം മക്കളെ, ഓർത്ത് വെക്കാം. ഇന്റലിജന്റ് ടെസ്റ്റ്, ഇതിലൊരു ടെസ്റ്റ് മാത്രം. ഇന്റലിജന്റ് ടെസ്റ്റ് IQ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഇന്റലിജന്റ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ അഭിരുചി അറിയാനായിട്ട്, നമ്മുടെ അഭിരുചി അറിയാം. പേഴ്സണാലിറ്റി ടെസ്റ്റ് നമ്മുടെ ഇമോഷൻസ്, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് എങ്ങനെ പ്രതികരിക്കും, നമ്മുടെ റിയാക്ഷൻസ് അറിയാൻ വേണ്ടി പേഴ്സണാലിറ്റി ടെസ്റ്റ് നമ്മൾ എടുക്കും. ട്രേഡ് ടെസ്റ്റ് പറഞ്ഞാൽ ജോലിയെ കുറിച്ചുള്ള, ഇതാണ് മക്കളെ വൺ വേഡ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നമ്മുടെ എക്സിസ്റ്റിംഗ് ജോബ് സ്കില്ലിനെ കുറിച്ച് നമ്മൾ അറിയുന്ന ടെസ്റ്റ് ആണ് എന്ത്? ട്രേഡ് ടെസ്റ്റ്. എക്സ്പ്ലെയിൻ ചെയ്യണം. യെസ്. നെക്സ്റ്റ് അടുത്തത് നമ്മുടെ താല്പര്യം, നമുക്ക് എന്തൊക്കെയാണ് താല്പര്യം, നമുക്ക് എന്തൊക്കെ ഹാബിറ്റ് ഉണ്ട്, ഇതൊക്കെ അറിയുന്നതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ. ടെസ്റ്റ് മാത്രം വന്നിട്ടുണ്ട് എക്സാമിന്. ട്രേഡ് ടെസ്റ്റ് ഓർത്ത് വെക്കാം. അപ്പൊ സെലക്ഷൻ ടെസ്റ്റിൽ നിങ്ങൾ ഈ പറയുന്ന 5 ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടാവണം. ഇന്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, ട്രേഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അടുത്ത മൂന്നാമത്തെ സെലക്ഷൻ പ്രോസസ് ആണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. അപ്പൊ ആദ്യം ടെസ്റ്റ് നടത്തിയിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുള്ളൂ. മൂന്നാമത്തെ ഇന്റർവ്യൂ നടത്തുക. ഇത് ഡെപ്ത് കോൺവെർസേഷൻ ആണല്ലേ. ഇതിനെ കുറിച്ച് എംപ്ലോയറും എംപ്ലോയും കൂടെ എന്ത് ചെയ്യുക, നമ്മുടെ ഇന്റർവ്യൂ നടത്തിയിട്ട് ഒരു കാര്യങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക. അപ്പൊ എംപ്ലോയർക്ക് എന്ത് കിട്ടും? എംപ്ലോയിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടും. ഇയാൾ എങ്ങനെയാണ്, ആപ്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. 4 റഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വഭാവത്തെ കുറിച്ച് അന്വേഷിക്കണമല്ലോ അല്ലെ? അന്വേഷിച്ചില്ലല്ലേ? അതാണ് പ്രശ്നം പറ്റിയത് മക്കളെ. ചോദിക്കണമായിരുന്നു. സാറിന്റെ ഒറ്റ വാക്കിൽ വിശ്വസിച്ചു അല്ലെ? അതായത് പാസ്പോർട്ട് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കില്ലേ ബാക്ക്ഗ്രൗണ്ട് ചെക്കിനും, അതുപോലെ തന്നെ റഫറൻസും കൊടുക്കില്ലേ പാസ്പോർട്ട് എടുക്കുമ്പോഴും. അപ്പൊ പോലീസുകാർ ഒന്ന് ചെക്ക് ചെയ്യും അല്ലെ, വിളിച്ചു ചോദിക്കും ഇയാൾ നല്ല ആളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട. അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാമോ? ജോലിക്ക് പോകുമ്പോൾ നമ്മൾ റഫറൻസ് കൊടുക്കണം. മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് നമ്പർ കൊടുക്കും, നമ്മളെ കുറിച്ച് നല്ലതല്ലേ പറയുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ റഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ഓൾറെഡി വർക്ക് ചെയ്ത ഓർഗനൈസേഷന്റെ പേരോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ച സ്കൂളിൽ, അതൊക്കെ എനിക്ക് വെക്കേണ്ടത്. പക്ഷെ ആരും വെക്കില്ലല്ലോ. അടുത്ത ലാസ്റ്റ് നമ്മൾ 5ാമത്തെ എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മൾ എന്താ, ഇതൊക്കെ പാസ്സായാൽ നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. 4 സ്റ്റെപ്പും കറക്റ്റ് ആയി പാസ്സായി നമ്മൾ എന്താ സെലക്ഷനിലേക്ക് പോകും. ഫൈനൽ സെലക്ഷൻ അവിടെ കഴിഞ്ഞിട്ടില്ല മക്കളെ. അതിനുശേഷം നമ്മൾ 6ാമത് മെഡിക്കൽ ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ജോലിക്ക് ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ് ആണ് മെഡിക്കൽ എക്സാമിനേഷൻ. അടുത്ത അവസാനം ജോബ് ഓഫർ കൊടുക്കുക, ഓഫർ ലെറ്റർ അല്ലെ. അതായത് ഫോർമലി അപ്പോയിന്റഡ് ത്രൂ ഓർഡർ വഴിയാണ് നമ്മൾ ഒരാൾ എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം. അതായത് ഞാൻ നിങ്ങൾക്ക് ജോലി തന്നു പറഞ്ഞ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അതിന് തെളിവ് വേണം. അപ്പൊ ജോബ് ഓഫർ ലെറ്റർ വേണം. അപ്പൊ ഓഫർ കൊടുക്കുന്നതിനാണ് ജോബ് ഓഫർ. അവസാനം എന്താണ്? ആ ജോബ് ഓഫർ നമ്മൾ വായിച്ചു നോക്കി കോൺട്രാക്റ്റിൽ സൈൻ ചെയ്താൽ അയാൾ അവിടുത്തെ എംപ്ലോയി ആയി. സിമ്പിൾ സാധനമാണ് മക്കൾ. ഇത് എല്ലാവരും ക്ലിയർ ആണെങ്കിൽ കൈസ് കാണിച്ച് അടിപൊളിയായിട്ട് എക്സാം എഴുതിയില്ല എല്ലാവരും സെറ്റ് ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് കൈസ്. എനർജി പോരാ. നെക്സ്റ്റ് ആണ് മക്കളെ, ഇത് നിങ്ങൾ സൂക്ഷിച്ച് പഠിക്കുക. റിക്രൂട്ട്മെന്റും സെലക്ഷനും ഡിഫറൻസ് സിമ്പിൾ ആണ് മക്കളെ. ഇപ്പൊ നിങ്ങൾ രണ്ടും പഠിച്ചു. ഇവിടെ നിങ്ങൾക്ക് വൺ വേർഡും ആൻസറിംഗ് വരാണ് മക്കളെ. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരാം. റിക്രൂട്ട്മെന്റ് എന്താണെന്ന് എഴുതാം, അതിന്റെ മീനിങ് എഴുതാം, എന്താണെന്ന് എഴുതാം. പിന്നെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാം മക്കളെ. മാറിപ്പോകരുത്. റിക്രൂട്ട്മെന്റ് എന്താണ്? സെർച്ചിങ് കാൻഡിഡേറ്റ് ആൻഡ് മേക്കിംഗ് ദം ടു അപ്ലൈ ഫോർ ദി ജോബ്. ഓർഗനൈസേഷൻ ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കലാണ് എന്ത്? റിക്രൂട്ട്മെന്റ്. അവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. പിന്നെ എന്താണ്? സെലക്ടിങ്. അവിടെ ഇന്ന് ബെസ്റ്റ് വൺ ചൂസ് ചെയ്യാം അല്ലെ? സെലക്ഷൻ ആണ് സെലക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് 1 മാർക്കിന് ചോദിക്കട്ടോ. റിക്രൂട്ട്മെന്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്. ഇത് പോസിറ്റീവ് പ്രക്രിയയാണ്. കാരണം എന്താണ്? നെഗറ്റീവ് പ്രോസസ് ആണ്. അതിന്റെ കാരണം ഞാൻ പറയുന്നത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ജോലി ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ബയോഡാറ്റ കൊണ്ട് കൊടുക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കും? എനിക്ക് ജോലി കിട്ടും, എനിക്ക് ജോലി കിട്ടും. ഒരു ജോലി കിട്ടും എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ് ആണ്. ആണോ മക്കളെ? ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. അതുപോലെ എല്ലാവർക്കും അവസരവുമുണ്ട്. പക്ഷെ സെലക്ഷൻ എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ആവശ്യമുള്ളവർ മാത്രം എടുക്കും. അപ്പൊ നമുക്ക് വിഷമമല്ല. നമ്മൾ എലിമിനേറ്റ് ചെയ്താൽ നെഗറ്റീവ് പ്രോസസ്. ക്ലിയർ ആയോ? ക്ലിയർ ആണ് അപ്പൊ റിക്രൂട്ട്മെന്റ് ഈസ് എ പോസിറ്റീവും സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്സും ആണ്. വേഗം കഴിയും. അഡ്വർടൈസ്മെന്റ് ഇത് കുറച്ച് പ്രൊസീജിയർ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. കുറേയധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞ കുറെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. വളരെ അത് സിമ്പിൾ ആണെങ്കിൽ എക്സ്പെൻസ് കുറവായിരിക്കും. അതുപോലെ കോംപ്ലക്സ് ആണെങ്കിൽ എക്സ്പെൻസ് കൂടുതലായിരിക്കും. വേണമെങ്കിൽ എഴുതാം. ടൈം കൺസ്യൂം
കൺസ്യൂമിങ് കുറവാണ്, ഇവിടെ ടൈം കൺസ്യൂമിങ് കൂടുതലായിരിക്കും അല്ലെ. ഇത് സമയം കുറവ് മതി, സമയം കൂടുതലാണ്. ഇഷ്ടംപോലെ നിങ്ങൾക്ക് പോയിന്റ്സ് ആഡ് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഓൺവേർഡ്സിൽ എഴുതിക്കോ മക്കളെ, അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങാം. കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത എസ്സേ തന്നെ. ഈ ചാപ്റ്റർ മൊത്തം എസ്സേ ആണ് മക്കളെ. 8 മാർക്കിന്റെ എസ്സേ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്റർ ഒരു എസ്സേ ഉറപ്പാണ്. 8 മാർക്കിന്റെ എസ്സേ ഉറപ്പാ. ഒന്നിലെ ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ലെങ്കിൽ പറഞ്ഞെന്താ റിക്രൂട്ട്മെന്റ്, ഇന്റേണലും എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് കേട്ടോ. ഇനി ഏതെങ്കിലും ഒന്നൊരു എസ്സേ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി വന്നില്ല എന്ന് കരുതിയിട്ട് ഞങ്ങൾ ആരും വിളിക്കണ്ട. അടുത്ത എക്സാമിന് വരും, മോഡൽ എക്സാം, ഫൈനൽ എക്സാമിന് വരും. അപ്പോ ട്രെയിനിങ് തന്നെ നമുക്ക് 2 രീതിയിൽ കൊടുക്കാം അല്ലെ. ഓൺ ദി ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദി ജോബ് ട്രെയിനിങ് ഉണ്ട്. എന്താ ഓൺ ദി ജോബ് ട്രെയിനിങ് പറഞ്ഞാൽ? അതായത് ലേണിംഗ് വൈൽ ഡൂയിങ്, ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അതെന്താണ് ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ്. ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഓൺ ദി ജോബ് ട്രെയിനിങ്. ഓഫ് ദ അങ്ങനെയല്ല, ട്രെയിനിങ് കഴിഞ്ഞിട്ട് എങ്ങോട്ട് വിടുള്ളൂ? ഓർഗനൈസേഷന്റെ ഉള്ളിലേക്ക് വിടുള്ളൂ നമ്മൾ. മനസ്സിലായോ? അതാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ്. ക്ലിയർ ആണെങ്കിൽ ഓക്കേ അല്ലേ മക്കളെ? ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകൾ ഏതൊക്കെയാണ് ടീച്ചറെ? 4 മെത്തേഡ് ഉണ്ട്. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം, കോച്ചിങ് ഉണ്ട്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ഉണ്ട്, അതുപോലെ എന്താണ് ജോബ് റൊട്ടേഷൻ ഉണ്ട്. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം അതായത് നമ്മളൊരു മാസ്റ്റർ വർക്കറുടെ കീഴിൽ ഒരു ട്രെയിനിങ് കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെ, പ്ലംബർ, എല്ലാവർക്കും എന്താണ് അതന്നെ അപ്രന്റീസ്ഷിപ്പ് അല്ലെ. നമ്മുടെ ജയറാമും അതല്ലേ മുകേഷും മാസ്റ്റർ വർക്കർ. ജഗതിയുടെ അടിയിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ജയറാമും അതുപോലെ മുകേഷും വർക്ക് ചെയ്യുന്നത്. ശ്രീനിവാസനൊക്കെ അല്ലെ. അപ്പൊ അപ്പൊ ഈ മറ്റേ ആണി വരയ്ക്ക് നിങ്ങൾ കണ്ടായിരുന്നു, മോളിന്ന് ആണി വരച്ച് തലയിൽ അല്ലെ. അപ്പൊ അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്റർ വർക്കറിന്റെ അണ്ടറിൽ ജോലി ചെയ്ത് പഠിക്കുന്നതാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്. അപ്പൊ എന്താ കോച്ചിങ്? കോച്ചിങ് എന്ന് വെച്ചാൽ നമ്മളൊരു ട്രെയിനിക്ക് ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും മാത്രം കൊടുത്തിട്ട്, ഇപ്പൊ നമ്മളൊരു ഫുട്ബോൾ കോച്ച് അയാൾ പറഞ്ഞു തരുള്ളൂ. ഒപ്പം വർക്ക് ചെയ്യില്ല, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുള്ളൂ. അതിനാണ് എന്ത് പറയാ, കോച്ചിങ് എന്ന് പറയാം. ഇനി ഇന്റേൺഷിപ്പ് ട്രെയിനിങ് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം കുറെ ഇന്റേൺഷിപ്പ് ഒക്കെ ഇപ്പൊ ഉണ്ട്. CA ഒക്കെ ഉണ്ട്. ജോയിന്റ് ട്രെയിനിങ് കണ്ടക്ട് ബൈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബിസിനസ് ഫേം. അതായത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് കൊടുക്കാം? പ്രാക്ടിക്കൽ നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ഫേമും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയും ഒരു ടൈപ്പിലേക്ക് വന്നിട്ട് ഇന്റേൺഷിപ്പ് കൊടുക്കാം. ജോബ് റൊട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പേരിൽ തന്നെ ഉണ്ട് പല ജോബിലേക്ക് ട്രാൻസ്ഫർ ടു വേരിയസ് ജോബ്സ് ടു gain the experience each of them. അതായത് ഒരു കമ്പനിയിൽ ചിലപ്പോൾ ഒരുപാട് ജോലികൾ ഉണ്ടാവും, പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകാം, പല പൊസിഷൻസ് ഉണ്ടാകാം. ഒരു തൊഴിലാളിയെ ഒരു സ്ഥലത്ത് മാത്രം നിർത്താതെ പല സെക്ഷനിലേക്കും മാറ്റി ജോബ് റൊട്ടേഷൻ. ക്ലിയർ ആണെങ്കിൽ ജോബ് റൊട്ടേഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തത് ഓഫ് ദി ജോബ് ട്രെയിനിങ്. ഇതാണ് മിക്കവാറും മെസ്സേജ് ചോദിക്കാനുള്ള ചാൻസ് ഒക്കെ ഉള്ളതല്ലേ സാറേ? ജോലിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രെയിനിങ് കൊടുക്കും. അതെ, ലേണിംഗ് ബിഫോർ ഡൂയിങ്, ചെയ്യുന്നതിന് മുൻപേ നമ്മൾ എന്ത് കൊടുക്കുക? ട്രെയിനിങ് കൊടുക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഓർഗനൈസേഷനിലേക്ക് നമുക്ക് അവിടെ പഠിപ്പിക്കുള്ളൂ അല്ലെ. ക്ലാസ് റൂമിൽ നമ്മൾ ക്ലാസ് റൂമിൽ തന്നെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഫിലിംസ്, നമ്മൾ ഏതെങ്കിലും ഫിലിം കാണിച്ചു തന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. വീഡിയോസ്, പിക്ചറൊക്കെ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ ഓൾറെഡി ഓർഗനൈസേഷൻ ഉണ്ടായ സിറ്റുവേഷൻ കൊടുത്തിട്ട് അത് സൊല്യൂഷൻ കണ്ടെത്താൻ പറയാം, പ്രോബ്ലം സോൾവ് ചെയ്യിപ്പിക്കാം. അത് വിധിച്ച ജോബിനെ കറക്റ്റ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് വിധിച്ച റിയാലിറ്റിയുടെ എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അത് കമ്പ്യൂട്ടർ മോഡൽ, പൈലറ്റിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന പോലെ. മക്കളെ 1 വരെ ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. മിലിറ്ററിയിലൊക്കെ അങ്ങനെയല്ലേ സാറേ? എക്സാമ്പിൾ സിനിമ ഏതാണ്? ശരിയാണ്. മക്കളെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് സിനിമ ആരും കണ്ടിട്ടില്ല. അതിലൊരു അപ്പാപ്പൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതിന് പോയി നോക്കിക്കോ നിങ്ങൾ. അപ്പാപ്പന് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് ആദ്യം സ്റ്റിയറിംഗ് ആദ്യം പിടിച്ച് പഠിക്കുന്ന ഒരു അപ്പാപ്പന് കയറ്റിരുന്ന് ഡ്രൈവിംഗ് പഠിപ്പിച്ച് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പഠിക്കുന്ന ഹാൻഡ് റൈസ് ചെയ്തേ. അപ്പൊ അപ്പാപ്പനോട് പറയുന്ന ഒരു വാക്കുണ്ട് ഇന്നസെന്റ്, എന്താണ്? ആദ്യം നീ ഇത് പഠിക്കുക, എന്നിട്ട് നീ ആദ്യം സ്റ്റിയറിംഗ് ആകെ പിടിച്ച് പഠിക്കുക, എന്നിട്ട് ശരിക്കും. അപ്പൊ അതേപോലെ
ജോലി ചെയ്യേണ്ട ഒരു സാധനം ഇപ്പൊ നമ്മള് ഫ്ലൈറ്റിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അതേപോലത്തെ സാധനം എന്ത് ചെയ്യും? എൻവയോൺമെന്റ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഒറിജിനൽ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുള്ളൂ. അതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. സെയിം എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സെയിം എക്യുപ്മെന്റ്സും സെയിം മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ട്രെയിനിങ് തരാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയാ. ഓക്കെ മക്കളെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മൾ ഓർഗനൈസേഷനിലെ ജോലി നമ്മൾ എന്താ കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ടാസ്കും പഠിപ്പിക്കുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയാ? പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. ഇപ്പൊ സാറ് അക്കൗണ്ടൻസ് പഠിപ്പിക്കൂലേ? ജേണൽ ആദ്യം പഠിപ്പിക്കും, ലെഡ്ജർ പഠിപ്പിക്കും, ഇതന്നെ പരിപാടി പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ഓഫ് ദി ജോബ് ട്രെയിനിങ് ക്ലിയർ ആയെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈവശം കാണിച്ച് നാളത്തെ എക്സാമിന് അടിപൊളിയായിട്ട് എക്സാം എഴുതണോ? എത്ര ഉദാഹരണം ഇത്ര അതന്നെ ഭയങ്കര കാരണമുള്ളത്. ഓ മൈ ഗോഡ്, ആൻസർ ഇവിടെ ഇല്ലാണ്ടായി പോയി. അതല്ലേ, നിന്റെ ലാംഗ്വേജിന് ഫുള്ള് നീ പഠിച്ചു വെക്കണം. അതെ, ഗ്രാമർ പഠിക്കാം. എടാ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ 8 പോയിന്റ് എന്തായാലും എഴുതണം അല്ലെ? അപ്പൊ 8 പഠിച്ചു വെക്കാം. നെക്സ്റ്റ് അടുത്തതാണ് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ? ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിൽ ഡിഫറൻസ് ചിലപ്പോ 3 മാർക്ക് 4 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ട്രെയിനിങ് നമ്മൾ ജോലി ചെയ്യാനുള്ള നമുക്കുള്ള ഒരു സ്കില്ല് കൂട്ടാണ് അല്ലെ? ജോലി ചെയ്യാനുള്ള ആ നോളജ് മാത്രം കൂട്ടും. പക്ഷെ ഡെവലപ്മെന്റ് ആണെങ്കിലോ എംപ്ലോയിനെ മൊത്തമായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാക്കും അല്ലെ? ട്രെയിനിങ് ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ചെയ്യുന്നു. ലോങ് ടേം ആയിരിക്കും. ജോബ് സെന്റേർഡ് ആണ്. ഇതെന്താണ്? കരിയർ സെന്റേർഡ് ആണ്. പക്ഷെ ഡെവലപ്മെന്റ് വേണമെങ്കിൽ നമ്മൾ വിചാരിക്കണം മക്കളെ, സുപ്പീരിയർ വെച്ചിട്ട് കാര്യമില്ല സാറേ. അപ്പൊ അത് സെൽഫ് ഡ്രിവൺ ആണ്. മക്കളെ എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ 3 പോയിന്റ് എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ചാപ്റ്റർ കഴിഞ്ഞു. 6ാമത്തെ ചാപ്റ്റർ എന്ത് ഭംഗിയായിട്ട് അവസാനിപ്പിച്ചു. അതന്നെ, എത്ര എസ് നമ്മൾ പറഞ്ഞു. ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയല്ലോ 6ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ. എത്ര എസ് എത്ര 1 വേർഡ്സ് കഴിഞ്ഞു. എല്ലാവരും ഓക്കെ അല്ലേ? എസ് ഒക്കെ മനസ്സിലായില്ല മക്കളെ? അപ്പൊ നമുക്ക് അടുത്ത 7th ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 7 ഡിറക്റ്റിംഗ്. എന്താണ് ഡിറക്റ്റിംഗ് നമുക്ക് നോക്കാം. യെസ്, മീനിങ് പഠിച്ചു വെക്കാം മക്കളെ. The process of instructing, guiding, counseling, motivating, leading people to organization, achieve organization. നമ്മുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് അവരെ ഇൻസ്ട്രക്ട് ചെയ്യുക, ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻസ്ട്രക്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, കൗൺസിൽ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, എന്തായാലും എഴുതി വെക്കാം. അതൊക്കെ എന്താണ്? ഡയറക്ഷൻ. ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാലോ. സിനിമ ഡയറക്ടർ എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു സിനിമയിലെ ഡയറക്ടർ എന്താ ചെയ്യാ? എന്താ ചെയ്യാന്ന് അറിയാലോ? ആക്ഷൻ കട്ട്, ആക്ഷൻ കട്ട്, ആക്ഷൻ കട്ട്. അങ്ങനെ അപ്പൊ ഡയറക്ടിങ് ക്ലിയർ ആയില്ലേ മക്കളെ? ഡയറക്ടിങ്ങിന്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇനീഷ്യേറ്റീവ് ആക്ഷൻ. ഇനീഷ്യേറ്റീവ് ആക്ഷൻ അതുപോലെ തന്നെ എല്ലാ ലെവൽസിലും ഉണ്ടായിരിക്കും. അതുപോലെ കണ്ടിന്യൂസ്, നമുക്ക് എല്ലാവരും ഇതാട്ടോ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതുപോലെ ടോപ്പ് തുടങ്ങി ബോട്ടം വരെ ഉണ്ടായിരിക്കും. പെർവാസീവ് ആണ്. അതുപോലെ എന്നുള്ള ഈ 2 പോയിന്റ് മാനേജ്മെന്റിലെ ഏത് ഫംഗ്ഷൻ ഫീച്ചർ ചോദിച്ചാലും, എഴുതി വെച്ചു. പ്ലാനിങ്ങിന്റെ ചോദിച്ചാലും, ഓർഗനൈസിംഗിന്റെ ചോദിച്ചാലും, സ്റ്റാഫിങ്ങിന്റെ ചോദിച്ചാലും, എന്തിന്റെ ഡയറക്റ്റിംഗ് കൺട്രോൾ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ വേണമെങ്കിൽ പറയാം ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേണമെങ്കിൽ ഗോൾ ഓറിയന്റഡ് പറയാം അല്ലേ? ഗോൾ ഓറിയന്റഡ് അത് വേണമെങ്കിൽ എഴുതിക്കോ. ഇറ്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ്. ലക്ഷ്യോമുഖമാണ്. ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 3 പേജ് ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഗോൾ ഓറിയന്റഡ്, കണ്ടിന്യൂസ് പ്രോസസ്, അതുപോലെ പെർവാസീവ്. 3 എണ്ണം എഴുതാം കേട്ടോ. അത് എഴുതാം. ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് 4 എണ്ണം പഠിച്ചു കഴിഞ്ഞു. 4 ഫീച്ചേഴ്സ് കിട്ടില്ല. സിമ്പിൾ ആയിട്ട് എവിടെയെങ്കിലും കിട്ടോ അല്ലെ സാറേ? പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് എല്ലാത്തിലും എഴുതാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഇതുപോലെ തന്നെയാണ്. ആളുകളുടെ ഇനീഷ്യേറ്റീവ് കൂട്ടുന്നു. അതുപോലെ ഓർഗനൈസേഷന്റെ എംപ്ലോയീസിന്റെ എഫേർട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. പിന്നാണ് എംപ്ലോയീസിന് അവരുടെ പൊട്ടൻഷ്യൽ അറിയാൻ പറ്റുന്നു. അതുപോലെ ഓർഗനൈസേഷനിൽ പുതിയ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നു. ഓർഗനൈസേഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കാം. അടുത്ത ഡയറക്ടിംഗിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഒരു 4 പ്രിൻസിപ്പിൾസ്. ഒന്നാമത് ഡയറക്റ്റിംഗ് ഉണ്ടെങ്കിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ കൂടും. രണ്ടാമതായിട്ട് ഓർഗനൈസേഷൻ എംപ്ലോയിയുടെ ഹാർമണി കൂടും, കോർഡിനേഷൻ കൂടും. യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരു സമയം ഒരാൾക്ക് എന്താണ് ഒരു സുപ്പീരിയർ മാത്രം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയുള്ളൂ. അതുപോലെ എന്താണ് നമ്മുടെ ഡയറക്ഷൻ യൂസ് ചെയ്യാം. ഇൻഫോർമൽ ഓർഗനൈസേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ലീഡർഷിപ്പ് ഉണ്ട്, ഫോളോ ഓവർ ഉണ്ട്. ഏതെങ്കിലും 4 പോയിന്റ് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, ചോദിച്ചാൽ മതി.
അപ്പൊ നിങ്ങൾ വിചാരിക്കണോ ഇത്രയും എല്ലാ ഇമ്പോർട്ടന്റ് പറഞ്ഞു എന്തെങ്കിലും ഇവര് പറഞ്ഞല്ലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 4 പോയിന്റ്സ് അറ്റ്ലീസ്റ്റ് പഠിച്ചു. റിപ്പീറ്റഡ് അല്ല, ഏതായാലും നോക്കി എളുപ്പമുള്ള പോയിന്റ്സ് ഉണ്ട് ഓൾറെഡി. യൂണിറ്റ് ഓൾറെഡി അറിയാം, ലീഡർഷിപ്പും കിട്ടും. യെസ്, ഓക്കെ. നെക്സ്റ്റ് അടുത്തത് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഡയറക്ടിങ്ങിന്റെ എലമെന്റ്സ് നമ്മൾ മറ്റേ ഇതിൽ പറഞ്ഞു, ആസെപ്റ്റ് പറഞ്ഞതുപോലെ തന്നെ സ്റ്റാഫിംഗിന്റെ ആസെപ്റ്റ്സ് പറഞ്ഞ പോലെ എലമെന്റ് പറഞ്ഞ പോലെ ഡയറക്ടിങ്ങിന്റെ എലമെന്റിന്റെ 4 എണ്ണമാണ് ആസെപ്റ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എലമെന്റ്സ് പറയാം. ഏതൊക്കെയാണ്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇത് പ്രത്യേകത ഉണ്ട് സാർ. ഇത് 1 വേർഡ് ചോദിക്കും മക്കളെ. ഇതിന്റെ ഓരോ വേർഡ്സ് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നോക്കി വെക്കുക. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓവർസീയിങ്, അതായത് സബോർഡിനേറ്റേഴ്സിനെ കൃത്യമായിട്ട് വാച്ചിങ്. സൂപ്പർവിഷൻ അത് തന്നെ. ഓവർസീയിങ് സബോർഡിനേറ്റേഴ്സിനെ ഓവർസീ ചെയ്യണമെങ്കിൽ അത് സൂപ്പർവിഷൻ ആണ്. മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റ് ചെയ്യുക, അല്ലെ? അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ഇൻഡ്യൂസ് ചെയ്യുക, അതൊക്കെ എന്താണ്? മോട്ടിവേഷൻ. ഇൻഡ്യൂസ്മെന്റും ഇൻഫ്ലുവൻസ് ചെയ്യുക, നമ്മൾ ബിഹേവിയറിനെ സ്വാധീനിച്ചാൽ അത് ലീഡർഷിപ്പ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് അടുത്ത ടോപ്പിക് നമുക്ക് സൂപ്പർവിഷനെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് എലമെന്റിനെ കുറിച്ച് പഠിക്കാം. ഈ 4 എലമെന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം സൂപ്പർവൈസറിനെ കുറിച്ച് പഠിക്കാം. ഒരു സൂപ്പർവൈസറുടെ റോള് അല്ലെങ്കിൽ സൂപ്പർവൈസറിന്റെ പ്രാധാന്യം എന്താണ്? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് ആരും കാണാതെ പഠിക്കുന്നു വേണ്ട. ഒരു സൂപ്പർവൈസർ എന്താ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു ഗൈഡ് ആയിട്ടും ഒരു ഫ്രണ്ട് ആയിട്ടും പ്രവർത്തിക്കുന്നു. വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള ലിങ്ക് ആണ്. മാനേജ്മെന്റിലേക്ക് എന്താണ് എല്ലാ വിവരങ്ങളും അറിയിക്കുന്നത് ആരാണ്? സൂപ്പർവൈസർ ആണ്. ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? എംപ്ലോയീസിന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് മാനേജ്മെന്റിനെ അറിയിക്കും. മാനേജ്മെന്റ് കാര്യങ്ങൾ എംപ്ലോയീസിനെ അറിയിക്കുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നുണ്ട്. ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളായിട്ട് അത്. നെക്സ്റ്റ് അടുത്തത് നമ്മുടെ സൂപ്പർവിഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മോട്ടിവേഷന്റെ ഫീച്ചേഴ്സ്. അത് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാക്കിയത് സ്വന്തമായിട്ട് തോന്നാം. നമുക്ക് കൊടുത്തിട്ട് എത്ര കൊടുത്താലും നമുക്ക് ഉള്ളിൽ നിന്ന് വരണമല്ലോ. അപ്പൊ എന്താണ്? ഇന്റേണൽ ഫീലിംഗ് ആണ്. അതുപോലെ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയർ മാറും. അതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവിലേക്ക് മാറും. അതുപോലെ എന്താണ്? മോട്ടിവേഷൻ കോംപ്ലക്സ് ആണ്. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് കൊടുക്കുക. അതന്നെ, സ്വഭാവം അനുസരിച്ച് പല മോട്ടിവേഷൻ ടെക്നിക്സ് ഉണ്ടല്ലോ. മോട്ടിവേഷൻ കേൾക്കണമെന്നില്ല. ക്ലിയർ ആയില്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഈസി കാണിച്ച്. ഓക്കേ ലേടാ. യെസ്. അടുത്ത മക്കളെ വെരി 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 ഇമ്പോർട്ടന്റ് ടോപ്പിക്. അതുപോലെ തന്നെ ഡയഗ്രാം ഓൾസോ ഇമ്പോർട്ടന്റ്. മാസ്ലോസിന്റെ നീഡ് ഹൈറാർക്കി തിയറി. നീഡ് ഹൈറാർക്കി തിയറി ഉറപ്പാണ് കേട്ടോ. ചിലപ്പോൾ വരാം 5 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഒക്കെ വരാം. ഡയഗ്രാം ഈസ് ഇമ്പോർട്ടന്റ്. ഡയഗ്രാം വരയ്ക്കണം മക്കളെ. ഇത് വന്ന ഉറപ്പായി ഡയഗ്രാം വരയ്ക്കാം. എബ്രഹാം മാസ്ലോസിന്റെ നീഡ് ഹൈറാർക്കി തിയറിയിൽ ഏതൊക്കെ നീഡ്സ് പറയാനുള്ളത്? 5 നീഡ്സ് ഉണ്ട്. ഫസ്റ്റ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് പ്രൈമറി നീഡ്സ് ആണ്. ഒരാളുടെ ഹങ്കർ, തേഴ്സ്റ്റ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സാലറി വേണം, അല്ലെ? അപ്പൊ ബേസിക് സാലറിയും ജോബ് ഉണ്ടെങ്കിൽ നമുക്ക് ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാം. സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ് പറഞ്ഞാലോ? അതായത് നമുക്ക് ജോബ് മാത്രം പോരാ, ജോബിൽ സെക്യൂരിറ്റി വേണം, അല്ലെ? ഒരു സ്ഥിരത വേണം. അപ്പൊ നമുക്ക് എന്തുണ്ടാകും? നമുക്ക് നമ്മള് ഫിസിക്കലി ആയിട്ടും ഇമോഷണലി ആയിട്ടും ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. നമുക്ക് ആ ജോലി ഉണ്ടല്ലോ, നമുക്ക് സാലറി ഉണ്ടെന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. അതിനെയാണ് എന്ത് പറയാ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയാം. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് എന്താ വേണ്ടത്? ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം. നമ്മൾ ഒറ്റയ്ക്ക് എപ്പോഴും നിൽക്കില്ലല്ലോ. അപ്പൊ എന്താ വേണ്ടത്? ഫ്രണ്ട്ഷിപ്പ് വേണം. മറ്റുള്ളവരുടെ ഇടയിൽ ഒരു അഫെക്ഷൻ വേണം. അതിനെയാണ് എന്ത് പറയാ? സോഷ്യൽ ആൻഡ് അഫിലിയേഷൻ നീഡ്സ് എന്ന് പറയാം. അതായത് നമുക്ക് ജോലി എന്നും എന്താണ് ഒരു പൊസിഷൻ മാത്രം പോരാ. നമുക്ക് എന്ത് വേണം? ജോലിയിൽ കയറ്റം വേണം, പ്രമോഷൻ വേണം. അപ്പൊ അതെങ്ങനെ എന്താവാ? പ്രമോഷൻ നമുക്ക് എന്ത് കിട്ടും? എക്സ്റ്റീം നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓട്ടോണമി സ്റ്റാറ്റസ് മാറിയാൽ പ്രമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? എസ്റ്റീം നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. മക്കൾ ഇത് വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഈ ഫിസിയോളജിക്കൽ അടിന്ന് വേണം വരയ്ക്കാൻ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. 5 4 3 2 1 താഴോട്ട് എഴുതിയാൽ കുഴപ്പമില്ല. അതിന് ഫിഗർ കാണിച്ചു തരാം. സെൽഫ് ആക്ച്വലൈസേഷൻ പറഞ്ഞെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കഴിവ് എന്താണോ അത് മാക്സിമം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. മക്കൾ ഇത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യണം. എബ്രഹാം മാസ്ലോസിന്റെ നീഡ് ഹൈറാർക്കി തിയറി ചോദിച്ചാൽ ഷുവർ ആയിട്ട് ഇത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പേജ് ഫുൾ വേണമെങ്കിൽ എടുത്തോ, നിങ്ങൾ കുഴപ്പമില്ല കേട്ടോ. ഈ സൈഡിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ വരച്ചോട്ടെ മക്കളെ. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാൻ പോകും. അപ്പൊ നിങ്ങൾ വരച്ച് വെച്ചപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും, അല്ലെ സാറേ? അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെയാണ് ഫിസിയോളജിക്കൽ എഴുതേണ്ടത്. ഇവിടെ കൊണ്ട് ഫിസിയോളജിക്കൽ തെറ്റരുത്. ക്ലിയർ ആയോ? ഹയർ നീഡ് എന്ന് മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഹയർ നീഡ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്.
ലോവർ നീഡ് എന്ന് പറയുന്നത് ബേസിക് ഫിസിയോളജിക്കൽ നീഡ് ആണ്. ലോവർ നീഡ് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ലോവർ നീഡ് ഫിസിയോളജിക്കലും സെൽഫ് ആക്സസിന് ഞാൻ ചോദിക്കും. ഹയർ നീഡ് ആണ്, മക്കളെ മറന്നു പോകരുത്. സെൽഫ് നെക്സ്റ്റ് അടുത്തത് നമ്മൾ പറഞ്ഞു മോട്ടിവേഷൻ എന്താണ്, പല ടൈപ്പ് ഉണ്ടാകും അല്ലെ. മോട്ടിവേഷൻ പറയുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യാം, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് കൊടുത്ത് വന്നിട്ടുണ്ട്. 8 മാർക്കിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിനാൻഷ്യൽ ആയിട്ട് അതായത് പൈസ ആയിട്ടും ഇൻസെന്റീവ് കൊടുക്കാം. നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പൈസ അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസെന്റീവ്സ് കൊടുക്കാം. പൈസ രൂപത്തിൽ കൊടുക്കുന്ന ഇൻസെന്റീവുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് പേ ആൻഡ് അലവൻസ്, സാലറി കൊടുക്കുക അല്ലെ, അലവൻസ്, ഡിയർനെസ് അലവൻസ്, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ്, എഡ്യൂക്കേഷൻ അലവൻസ്. തൊഴിലാളികൾക്ക് അവര് എന്ത് കൊടുക്കും? അവര് ഈ അലവൻസുകളൊക്കെ കൊടുക്കും. അപ്പൊ അത് പൈസ ആയിട്ടല്ലേ കൊടുക്കുന്നത്? അപ്പൊ അത് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്, ലാഭവിഹിതം കേട്ടിട്ടില്ല നിങ്ങള്? അങ്ങനെ ലാഭവിഹിതം കൊടുക്കുന്നത് ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. അടുത്തതാണ് സ്റ്റോക്ക് ഓപ്ഷൻ. സ്റ്റോക്ക് ഓപ്ഷൻ അതായത് നമ്മുടെ കമ്പനിയുടെ ഷെയർ നമുക്ക് എന്താണ് മാർക്കറ്റ് വിലയേക്കാട്ടും കുറച്ച് കുറവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാനുള്ള അവസരം കൊടുക്കും. നമ്മളെ ഓണർഷിപ്പിലേക്ക് അവര് സ്വീകരിക്കും. അതായത് കമ്പനികൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് ഷെയർ കൊടുക്കുന്നതിന് പകരം തൊഴിലാളികൾക്ക് കുറച്ച് വില കുറച്ച് കൊടുക്കും. മനസ്സിലായോ? അതാണ് കോ പാർട്ട്ണർഷിപ്പ്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആണ് കേസ് കാണിച്ചേ. അടുത്ത ബോണസ് കൊടുക്കുക. ഓണൊക്കെ വരുമ്പോഴേ, ഓണം, ക്രിസ്മസ്, ദീപാവലി, വിഷു, അതാണ് എംപ്ലോയീസ് സന്തോഷിപ്പിക്കല്ലേ സാറ്. എംപ്ലോയീസ് ആ സമയമൊക്കെ ആകുമ്പോൾ അവർക്ക് കുറെ പൈസക്കൊക്കെ ആവശ്യം വരില്ല. ബോണസ് കൊടുക്കും. 100 രൂപയെങ്കിലും ബോണസ് കൊടുക്കണം. അടുത്തത് കമ്മീഷൻ. അടുത്താണ് കമ്മീഷൻ. ക്ലിയർ ആയോ? അടുത്താണ് കമ്മീഷൻ ആണ്. എന്താണ് കമ്മീഷൻ? സെയിൽസ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനാണെങ്കിൽ സെയിൽസ് കൂട്ടാൻ വേണ്ടി ടെക്നിക്കാണ്, ടാർഗറ്റ് കൊടുക്കും. മക്കളെ ഈ മാർക്കറ്റിംഗ് സ്റ്റാഫുകൾക്കൊക്കെ ടാർഗറ്റ് ഉണ്ട്. 5 ലക്ഷം രൂപയുടെ സെയിൽ പിടിച്ചു വന്നാൽ നിങ്ങൾക്ക് ഇത്ര രൂപ സാലറിക്ക് പുറമെ കമ്മീഷൻ. അതാണ് കമ്മീഷൻ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? ഇത് ഒരു വരിയിലെങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചു വെക്കാം കേട്ടോ. ഒരു വരിയിലെങ്കിലും എഴുതണ്ട, ജസ്റ്റ് ഒരു ലൈനിൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. യെസ്, പോയിന്റ് മാത്രം പോരാ. റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇതൊക്കെ കിട്ടൂലേ? മെഡിക്കൽ, ഗ്രാറ്റുവിറ്റി, പെൻഷൻ, ഇതൊക്കെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്, കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എഴുതണ മക്കളെ. റിട്ടയർമെന്റ് കാണുമ്പോ അപ്പൊ എഴുതാ ഏതൊക്കെയാ? ഗ്രാറ്റുവിറ്റി, പെൻഷൻ. സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ എഴുതണ്ട കേട്ടോ. ഗ്രാറ്റുവിറ്റി വേറെ മക്കളെ ശ്രദ്ധിച്ചേരാ. ഇതിന്റെ ഹെഡിങ് മാത്രം നിങ്ങൾ ഒരു 4 എണ്ണെങ്കിലും വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക. ഹെഡിങ് പഠിക്കാതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, 4 എണ്ണം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചു വെക്കണം കേട്ടോ. ഏറ്റവും എളുപ്പമുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കാം. സിമ്പിൾ ആണ്, ഉണ്ടാക്കി എഴുതാം. പെർക്വിസിറ്റ്സ് നമുക്ക് എന്താണ്, ക്യാഷിന് പുറമെ നമുക്ക് വീട് കൊടുക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ എയ്ഡ് കൊടുക്കാം, കാറ് കൊടുക്കാം. ഇതൊക്കെ എന്താണ്, കാർ. ഓക്കെ അല്ലേ? അപ്പൊ നോൺ ഫിനാൻഷ്യലോ പൈസ അല്ലാത്ത രൂപത്തിൽ കൊടുക്കുന്ന എക്സ്ട്രാ കൊടുക്കുന്നതാണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്. എക്സാമ്പിൾ സ്റ്റാറ്റസ്, പ്രൊമോഷൻ കൊടുക്കാം അല്ലെ, പുതിയ പൊസിഷനിലേക്ക് പ്രൊമോഷൻ കൊടുക്കാം. പ്രൊമോഷൻ നമ്മൾ അവിടെ പഠിച്ചില്ലേ? അപ്പൊ അതൊരു നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. അതുപോലെ ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ് ചേഞ്ച് ആവും, നല്ലൊരു ക്ലൈമറ്റ് കൊടുക്കാം, നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് കൊടുക്കാം. നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ഫിറ്റ് ചെയ്ത് അടുത്തത് കരിയർ അഡ്വാൻസ്, ട്രെയിനിങ് ഒക്കെ കൊടുക്കാം, അവര് കരിയർ ഗ്രോത്തിനായി കൊടുക്കാം. ഓക്കെ. അതുപോലെ അതായത് നമ്മളിപ്പോ ഉള്ള ജോലിനെ കുറച്ചും കൂടി ചാലഞ്ചിങ് ആക്കി, അവരെ കുറച്ചും കൂടി എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചാലഞ്ചിങ് ആക്കി കൊടുക്കുക. അത് ചോദിക്കാണ്ട് മക്കളെ, നമ്മൾ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ജോബ് ചാലഞ്ചിങ് ആക്കി കൊടുത്താൽ അതിനെയാണ് എന്ത് പറയാ, ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയാ. മാറി. അതാണ്. യെസ്. നെക്സ്റ്റ് അടുത്തത് എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാം. അതായത് നമ്മളിപ്പോ മറ്റേ ഇമ്മാനുവൽ സിനിമയില് അതായത് എംപ്ലോയർ എന്ത് ചെയ്യുക, എന്തെങ്കിലും പുതിയ അവരുടെ പെർഫോമൻസിനെ റെക്കഗ്നൈസ് ചെയ്യുക, അഭിനന്ദിക്കുക, അവരുടെ പേരുകളൊക്കെ പബ്ലിഷ് ചെയ്യുക. അതാണ് എന്ത് എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാം. ഇമ്മാനുവൽ സിനിമയിലുണ്ട് അല്ലേ? ശരിയാണ്, കോഴി വെച്ചെടുക്കണം. പ്രേമലു, ബെസ്റ്റ് എംപ്ലോയി അല്ലേ? ജോബ് സെക്യൂരിറ്റി കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് അതായത് നമ്മുടെ ജോബിന് എന്താണ് കറക്റ്റ് സെക്യൂരിറ്റി, ഇവിടെ സെക്യൂർ ആണെന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുക. നെക്സ്റ്റ് എംപ്ലോയിനെ ഡിസിഷൻ മേക്കിങ്ങിന് എംപ്ലോയിനെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. അതാണ് എന്ത് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. എന്തായാലും ഒരുമിച്ച് 2 ചോദിക്കുള്ളൂ, ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ചോദിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ 4 എണ്ണം വെച്ചെങ്കിലും പഠിച്ചു വെക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. പണത്തിലല്ല മെഷർ ചെയ്യുന്നത്. ഇത് വിസിബിൾ ആണ്. ഇത് കാണാൻ പറ്റില്ല അല്ലെ? ഇതാണെങ്കിൽ മോട്ടിവേറ്റിംഗ് ലോവർ ലെവൽ പൈസ കിട്ടിയാല് എംപ്ലോയീസിക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫിനാൻഷ്യൽ. ഇനി ഹയർ ആയിട്ടുള്ള എംപ്ലോയീസിനാണെങ്കിലും അവർക്ക് പൈസ കിട്ടിയിട്ട് കാര്യമില്ല. എജി സാറിനൊക്കെ ഇപ്പൊ സാറോട് എന്ത് കാര്യമുണ്ട്, സാർ റിച്ച് അല്ലേ സാറേ? അരുൺ സാറിനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സാലറി കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യിക്കാം. പക്ഷെ എജി സാറാണെങ്കിലും സ്റ്റാറ്റസ് കൊടുത്ത് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു ഇന്നലെ ഇത് കഞ്ഞി പേര്
ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഫിനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ ക്ലിയർ ഡൗട്ട് ഉണ്ടോ? പറയടാ. പറഞ്ഞ സോറിടാ. എത്ര ചാപ്റ്റർ ഉണ്ടെന്നാ? 9 ചാപ്റ്റർ ഉണ്ട്. 9 ചാപ്റ്റർ ഫസ്റ്റ് തുടങ്ങിയിട്ട് 9ാമത്തെ ചാപ്റ്റർ ഉണ്ട് കേട്ടോ. കറക്റ്റ് അതിന് കേറിയില്ലടാ. കേറി സ്റ്റാർട്ടിംഗ് കാണിച്ച ചാപ്റ്റർ എത്രാമത്തെ ചാപ്റ്റർ? 6ാമത്തെ ചാപ്റ്റർ. ഇപ്പൊ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് ഇത് 7ആണ്. ഇത് 7ആണ്. 4 ചാപ്റ്റർ സെക്കൻഡ് ടേം കേട്ടോ. ആദ്യത്തെ 5 ചാപ്റ്റർ ഫസ്റ്റ് ടേമില്. അടുത്ത ലീഡർഷിപ്പിലല്ലേ സാറേ? ലീഡർഷിപ്പിന്റെ ഫീച്ചേഴ്സ് നമുക്ക് എന്ത് വേണം? ലീഡർ ആയാലും നമ്മള് ഇൻഡിവിജ്വൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് വേണം. അതേപോലെ ലീഡേഴ്സും ഫോളോവേഴ്സും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് വേണം. അതുപോലെ എന്താണ് ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റണം. അതേപോലെ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതൊക്കെ സിമ്പിൾ ആണ് മക്കളെ. നോയലെ അതന്നെ എടുത്ത് വെക്കടാറ്. അടുത്ത ലീഡർഷിപ്പ് സ്റ്റൈലിലോട്ട് പോവാം. ഇത് ഇമ്പോർട്ടന്റ് ആണ് സാറേ. ലീഡർഷിപ്പ് സ്റ്റൈൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്കിന്റെ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് സിമ്പിൾ ആണ്. അതന്നെ പേരിന് പഠിക്കാൻ പറ്റും. ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ ലീഡർ. ദാറ്റ് മീൻസ് തലക്കനം പിടിച്ച ലീഡർ ആണ്. അതായത് സബോർഡിനേറ്റേഴ്സിനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല. അയാൾ പറയുന്ന കാര്യങ്ങളെ സബോർഡിനേറ്റേഴ്സ് ചെയ്യാൻ പാടുള്ളൂ. ഓർഡർ കൊടുക്കും, സബോർഡിനേറ്റേഴ്സ് ഒബേ ചെയ്യണം. ഇതാണ് എന്ത്? ഓട്ടോക്രാറ്റിക്. അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും സാറേ, ഞാൻ പറഞ്ഞാൽ മതി. അതാണ് എന്ത്? ഓട്ടോക്രാറ്റിക്. എഴുതിയില്ലെങ്കിൽ അനുഭവം ആൻസിന്റെ പറയാറുണ്ട് എപ്പോഴും പ്രശ്നം അല്ലെ? അത് ഓട്ടോക്രാറ്റിക് ആണ്. നമ്മുടെ കഴിവുകൾ പുറത്തേക്ക് സമ്മതിക്കില്ല. അവർക്ക് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യണം. അത് തെറ്റാണ് ശരി. കാരണം ഓട്ടോക്രാറ്റിക് ലീഡർ. അടുത്ത ഡെമോക്രാറ്റിക് ലീഡർ എന്താ? അതായത് നമ്മളെ എംപ്ലോയീസിനെയും കൂടി സബോർഡിനേറ്റേഴ്സിനെയും കൂടി ഡിസിഷൻ മേക്കിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരെ എങ്ങനെ പരിഗണിക്കും? അവരുടെ ഒപ്പീനിയനെ കൂടി നമ്മൾ പരിഗണിക്കും. പൊട്ടത്തെറ്റി പറഞ്ഞോട്ടെ, അരുൺസാറിനെ പരിഗണിക്കാം സാർ ഇടക്കിടക്ക്. അതാണ് എന്താ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്റീവ് ലീഡർ എന്ന് പറയുന്നത്. അത് നമ്മുടെ അരുൺ സാറിനെ ഏൽപ്പിച്ചു കൊടുത്താൽ ഇങ്ങനെയാവും സംഭവം. അതായത് സാറിന് മൂലക്കെ ഇരിക്കും, കാര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ലെ? അതേപോലെ ലീഡർക്ക് അവിടെ റോളും ഇല്ല. സബോർഡിനേറ്റേഴ്സ് കാര്യങ്ങൾ ചെയ്താൽ അതെന്താണ്? ലേസിയസ് ഫെയർ ലീഡർ ആണ്. ക്ലിയർ ആയ 3 ഓക്കെ അല്ലേ മക്കളെ? ലേസിയസ് മടിയനായിരിക്കും. ഓക്കെ മക്കളെ? യെസ്. അതും ഡയഗ്രാം വരയ്ക്കാൻ പറ്റിയ ടോപ്പിക് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡയഗ്രാം വരയ്ക്കണം. എലമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്റർ വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്, എൻകോഡിംഗ്, ഡീകോഡിംഗ്, മീഡിയ, റിസീവർ, ഫീഡ്ബാക്ക് നോയ്സ്. മക്കളെ ഇതും 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടല്ലേ? സെന്റർ പാസ് ചെയ്യുന്ന ആള്, മെസ്സേജ് എന്ന് പറയുന്നത് സബ്ജക്ട് മാറ്റർ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ. എൻകോഡിംഗ് എന്ന് കൊടുത്ത മെസ്സേജ് കറക്റ്റ് ആയിട്ട് വോയിസിലേക്കും പിക്ചറിലേക്കും അത് കൺവേർട്ട് ചെയ്യാം. മീഡിയ എന്ത് മാർഗമാണോ, വാട്സ്ആപ്പ് ആണെങ്കിൽ വാട്സ്ആപ്പ്, ഫോൺ ആണെങ്കിൽ ഫോൺ. യെസ്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളത് വായിച്ചെടുക്കുന്ന പരിപാടി അല്ലെ? കൺവേർട്ടിംഗ് എൻകോഡഡ് സിമ്പിൾസ് ബൈ ദി സെന്റർ. സെന്റർ അയച്ച സിമ്പിൾസ് വായിച്ചെടുക്കുക, അത് ഡീകോഡിംഗ് ആണ്. റിസീവർ എന്ന് പറഞ്ഞാൽ PDF അയക്കാം. സ്വീകരിക്കുന്ന ആളാണ് റിസീവർ. എന്നിട്ട് അയാൾ കറക്റ്റ് റിപ്ലൈ കൊടുക്കണം, ഫീഡ്ബാക്ക് അയക്കണം. ഇനി എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെ ഈ കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് നോയ്സ് എന്ന് പറയാം. ഒബ്ജെക്ഷൻസ് അല്ലെങ്കിൽ ഹിൻഡ്രൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ അമ്മ വരും. അത് നെറ്റ്വർക്ക് ഇഷ്യൂസ് പോലെ ചിലപ്പോൾ മെസ്സേജ് അയക്കാനൊക്കെ വരില്ലേ? അതാണ് നോയ്സ്. ക്ലിയർ ആയ മക്കളെ? സെറ്റ് ആണെങ്കിൽ കാണിച്ചേ. ഓക്കേ അല്ലേടാ? തലമാന്തന്റെ കൃഷ്ണ പഠിച്ചു കഴിഞ്ഞാൽ കഴിയും. സിമ്പിൾ ആണ്. അപ്പൊ എല്ലാവർക്കും എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ക്ലിയർ ആണെങ്കിൽ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കട്ടെ മക്കളെ? അടുത്ത വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എത്ര ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്? നമുക്ക് 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഫോർമൽ ആണ്. യെസ്, അതന്നെ. അവിടെ ഒരു റൂൾ ഉണ്ടായിരിക്കും, ഒരു ചെയിൻ ഉണ്ടായിരിക്കും അല്ലെ? അവിടെ ഫുഡ് അടിയും ഉണ്ട് അല്ലേ സാർ? ഇൻഫോർമൽ എന്താണ്? അവിടെ ഗ്രേപ്പ് വൈൻ ചോദിക്കാറുണ്ട്. ഗ്രേപ്പ് വൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് മക്കളെ. ഫോർമൽ അല്ല. അപ്പൊ ഇൻഫോർമലിന് മറ്റൊരു പേര് എന്താണ്? ഗ്രേപ്പ് വൈൻ ആണ്. ഷഹനാസ് കിട്ടിയടാ. ഇൻഫോർമലിന്റെ വേറൊരു പേരാണ് ഗ്രേപ്പ് വൈൻ. ഫോർമലിൽ 2 ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്.
വെർട്ടിക്കൽ എത്രണ്ണുണ്ട്? 2 ഉണ്ട്. ഡൗൺവേർഡ് ഉണ്ട്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ആണ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരാളും മാർക്കറ്റിംഗ് വേറൊരാളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ ഡിഫറൻസ് നോക്കിയാലോ? ഡിഫറൻസ് വരാറുണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് ആണ്. അത് ഒഫീഷ്യൽ ചെയിനിൽ കൂടി അല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻഡിപെൻഡന്റ് കമാൻഡ്. സ്ലോ ആയിട്ട് നടക്കില്ല, കാരണം എന്താ, സ്ട്രക്ചർ ഉണ്ട്. തോന്നി പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ടോപ്പിന് മിഡിൽ ഓവറിലേക്ക് പോകും. ഫ്രണ്ട്സ് ആണ്. ഫാസ്റ്റ് ആയിട്ട് ഗോസിപ്പ് ഒക്കെ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു വരത്തൂലേ? ഇൻഫോർമൽ ആണ്. നമ്മളോട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥാപനത്തിൽ ഉയർന്ന ആള് നമ്മളോട് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ, അതാണ് ഫോർമൽ. ക്ലിയർ ആയോ മക്കളെ? യെസ്. അപ്പൊ ഫോർമൽ സ്ലോ ആണ്, ഇത് വെരി ഫാസ്റ്റ് ആണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യാം? ആരാണ് പറഞ്ഞത് നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ്, അത് ആര് പറഞ്ഞു നമുക്ക് അറിയാൻ പറ്റില്ല. സോഴ്സ്, അതിന്റെ സോഴ്സ് നമുക്ക് അറിയില്ല. ഇത് ഇംപേഴ്സണൽ ആണ്. അത് ജോലി മാസം പറയുള്ളൂ, പേഴ്സണൽ ആണ് അല്ലെ? ഇത് സെർവ് ഓർഗനൈസേഷൻ നീഡ്സിന് വേണ്ടിയിട്ടാണ്. ഇതാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ നീഡ്സ്, സോഷ്യൽ നീഡ്സിന് വേണ്ടിയിട്ടായിരിക്കും. സെറ്റ് ആണെങ്കിൽ ഓക്കേ അല്ലേ? അടുത്ത ടോപ്പിക് കാണിച്ചു. നെക്സ്റ്റ് അടുത്ത വരുന്ന ഡയഗ്രം ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കും. ചിലപ്പോ പേര് എന്നിട്ട് വരയ്ക്കാനും പറയും. സിംഗിൾ ചെയിൻ ഉണ്ട്. സിംഗിൾ ചെയിൻ ഏതാ? സിംഗിൾ ചെയിൻ ഫസ്റ്റ് കാണുന്നത് സിംഗിൾ ചെയിൻ, അതായത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സുപ്പീരിയറും സബോർഡിനേറ്റും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത് പറയാ? സിംഗിൾ ചെയിൻ എന്ന് പറയാ. അടുത്തതാണ് വീൽ ട്ടോ. വീൽ എങ്ങനെയാണ് മക്കളെ? സബോർഡിനേറ്റേഴ്സും സുപ്പീരിയേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് വീൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഓരോ സബോർഡിനേറ്റേഴ്സും സുപ്പീരിയറോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് വീൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ് സർക്കുലർ ആകുമ്പോ എന്താണ്? ഒരാൾക്ക് രണ്ടറ്റത്തുള്ള ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് സർക്കുലർ കമ്മ്യൂണിക്കേഷൻ ആണ്. അടുത്തത് ഇൻവേർട്ടഡ് വി ആണെങ്കിൽ എന്താണ്? മക്കളെ ശ്രദ്ധിക്കുക, ഇൻവേർട്ടഡ് വി ലാസ്റ്റ് ഫിഗർ ആണ്. നമുക്ക് സുപ്പീരിയറോടും സുപ്പീരിയറോടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റിയാൽ അത് ഇൻവേർട്ടഡ് വി കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ആരോട് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതൊക്കെ അന്ന് പഠിച്ചിട്ട് കഴിഞ്ഞത്. അതിന്റെ എക്സാമും കഴിഞ്ഞ് മാർക്കും കിട്ടിയതിനെ കുറിച്ച് മിണ്ടരുന്നു. ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് അതായത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, ഇതും എസ്സേ വരാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് വരാണെങ്കിൽ സെമാന്റിക് ബാരിയേഴ്സ് ആണ്. സെമാന്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? എൻകോഡ് ചെയ്യുമ്പോൾ, മെസ്സേജ് എൻകോഡ് ചെയ്യുമ്പോഴും ഡീകോഡ് ചെയ്യുമ്പോഴും വരുന്ന തടസ്സങ്ങളെയാണ് എന്ന് പറയാ? സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയാ. നമുക്കറിയാം തൃശ്ശൂര് പറയുന്ന അതേ ഭാഷയായിരിക്കില്ല ചിലപ്പോ തൃശ്ശൂർക്കാരൻ പോയി തിരുവനന്തപുരത്ത് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അവർ കൃത്യമായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ അത് അങ്ങനെയുള്ള തടസ്സമാണ് സെമാന്റിക് ബാരിയർ. പിന്നെ നെക്സ്റ്റ് ഫോൾട്ടി, ട്രാൻസ്ലേറ്റർ കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് അത് തെറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ടെക്നിക്കൽ ജാർഗൻ, ഇപ്പൊ നമ്മൾ ചില വേർഡ്സ് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഡെബിറ്റ് ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല അല്ലെ? അത് ടെക്നിക്കൽ ഡോക്ടർ എന്ന് വായിക്കാം. യെസ്, അത് ക്ലാസ് ശ്രദ്ധിക്കേണ്ടതാണ്. യെസ്, ഡോക്ടർ എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ക്ലാസ്സിൽ അത് തെറ്റാണല്ലോ. അപ്പൊ അത്തരം ബാരിയറാണ് സെമാന്റിക് ബാരിയേഴ്സ് എന്നൊക്കെ പറയാം. അടുത്തത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. അതായത് നമ്മളുടെ മൈൻഡിൽ നമുക്കത് കേൾക്കാനുള്ള ക്ഷമയില്ല. പ്രീമേജർ ഇവാലുവേഷൻ, ദാറ്റ് മീൻസ് കേൾക്കുന്നതിന് മുൻപേ അങ്ങനെ ആയിരിക്കും. അതന്നെ എടുത്തുചാട്ടം, അതാണ് പ്രീമേജർ ഇവാലുവേഷൻ. അതുപോലെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു മൈൻഡ് ലാക്ക് ഓഫ് അറ്റൻഷൻ. നമ്മുടെ മനസ്സിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അറ്റൻഷൻ ആണ്, അവന് മൈൻഡില്ല. എന്തെങ്കിലും പറഞ്ഞു തല ചോദിച്ചോണ്ടിരിക്കും. അത് ലാക്ക് ഓഫ് അറ്റൻഷൻ ആണ്. മനസ്സിലായോ? അതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ് കേട്ടോ. അതാണ് സൈക്കോളജിക്കൽ ബാരിയർ എന്ന് പറയാനുള്ള കാരണം. സൈക്കാട്രിസ്റ്റ് കാണിക്കണം കേട്ടോ നോയിലെ. കാണിക്കേണ്ടി വരും. അടുത്താണ് ലോസ് ബൈ ട്രാൻസ്മിഷൻ. ചില ആൾക്കാർ ഇവിടുന്ന് ക്ലാസ് കേട്ടെ കുട്ടികളോട് പറയും, പക്ഷെ പകുതി വിട്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പറയണല്ലേ. പക്ഷെ പകുതി കേട്ടിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഷെയർ ചെയ്യാനായിട്ടില്ലെങ്കിൽ. നെക്സ്റ്റ് അടുത്ത നമുക്ക് പരസ്പരം വിശ്വാസമില്ല. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്താണ്? അത് കമ്മ്യൂണിക്കേഷൻ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് എന്ത് ഡിസ്ട്രസ് എന്ന് പറയുന്നത് കേട്ടോ. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് അടുത്തത് എക്സാമിന് ഇങ്ങനെ ചോദിക്കും, ഫാൾട്ടി ട്രാൻസ്ലേഷൻ ഏത് ടൈപ്പ് ഓഫ് ബാരിയർ ആണ്? എന്താണ് നോയിലെ? ഡൗട്ട് ഉണ്ട്. എന്താ പറ്റി നോയിലെ? എന്ത് പറ്റി മോനെ?
പറയടാ. എന്തുവാടാ? യൂട്യൂബ് ലൈവ് ഇത് അയച്ചു കൊടുത്താൽ മതി, നമുക്ക് ഫ്രീ ആയിട്ട് കയറാം, ലിങ്കിൽ കയറാം കേട്ടോ. ലൈവ് ഓൾറെഡി കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, നമ്മൾ ആരും ചീത്തെന്ന് പറഞ്ഞ് ഇറക്കി വിടൂല. ഓക്കെ നെക്സ്റ്റ്. ഓക്കേടാ, അവർക്ക് ഇങ്ങനെ ഉപകാരം ഉണ്ടാവട്ടെ. ഓർഗനൈസേഷന് ബന്ധപ്പെട്ട ബാരിയേഴ്സ്, ഓർഗനൈസേഷന്റെ പോളിസി, അതുപോലെ അവിടുത്തെ റൂൾസ്, അവിടുത്തെ സ്റ്റാറ്റസ്, അവിടുത്തെ കോംപ്ലക്സിറ്റി ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ തടസ്സങ്ങൾ വരാം. അതാണ് എന്ത് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേഴ്സണൽ ബാരിയേഴ്സ് ആണ്. അതായത് നമ്മുടെ അതോറിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം, നമ്മുടെ പൊസിഷൻ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സബോർഡിനേറ്റേഴ്സിനെ കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ഇൻസെന്റീവ്സ് ഇല്ല, അപ്പൊ നമുക്ക് എന്തുണ്ടാകാനുണ്ട്, പേഴ്സണൽ ബാരിയേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ബാരിയേഴ്സ് ഇംപ്രൂവ് ചെയ്യാം, നമുക്ക് തടസ്സങ്ങൾ എങ്ങനെ ഇല്ലാണ്ടാക്കാം, ടോപ്പിക് ആണ്. ആദ്യം എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷന് മുൻപ് നമ്മൾ എന്ത് ചെയ്യുക, ഐഡിയയെ കുറിച്ച് നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ചൊരു ക്ലാരിറ്റി വരുത്താം. പറഞ്ഞു കൊടുക്കും. അതേപോലെ നമ്മൾ എന്താണ് ഓരോരുത്തരുടെ നീഡിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ടോപ്പിക്ക് പറയുന്നതിന് മുമ്പ് മറ്റുള്ളവരോട് കൺസൾട്ട് ചെയ്തിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് അവരോടും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഓഡിയൻസിന്റെ അടുത്ത് പ്രസന്റ് ചെയ്യാം. അതായത് പറയുന്ന കാര്യത്തിനനുസരിച്ച് നമ്മുടെ ലാംഗ്വേജും ടോണും നമ്മൾ എന്ത് ചെയ്യാ കറക്റ്റ് ആയിട്ട്. ഇപ്പൊ എക്സാം പറയുകയാണെങ്കിൽ സാർ എന്നിട്ട് മക്കളെ നാളെ എക്സാം ആണെന്നൊക്കെ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും, പഠിക്കൂല അല്ലെ സാറ്, കുറച്ച് വെയിറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ ടോണല്ലേ തന്നെ, സ്ട്രൈറ്റ് ആണെങ്കിൽ വേറെ ടോണാണ്, അതല്ലെങ്കിൽ കോമഡി ആവും. നെക്സ്റ്റ് അടുത്തത് ഫീഡ്ബാക്ക് നമ്മൾ എടുക്കാറുണ്ടല്ലോ, ക്ലാസ് എത്രത്തോളം മനസ്സിലായി, അതേപോലെ ഫീഡ്ബാക്ക് എടുക്കാം. സിമ്പിളാണ്. 2 ചാപ്റ്റർ കഴിഞ്ഞു, അതുപോലെ ഡയറക്റ്റിംഗ് കഴിഞ്ഞു, 6ഉം 7ഉം കഴിഞ്ഞു. ഇത് നിങ്ങൾ ആദ്യം പഠിക്കണം അല്ലെ. വലിയ ചാപ്റ്ററുകൾ നന്നായി ഫോക്കസ് ചെയ്യുക, കാരണം 2 ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിന് എസ്സേ വരും കേട്ടോ. അഭിനവേ കൺട്രോളിംഗ് പഠിച്ചിട്ട് വിളിക്കാതൊക്കെ പറയല അഭിനവ്. ബിസിനസ് അല്ലേ സാറേ, അതിന്റെ ഇടയ്ക്ക് അത് വിട്ടിട്ടുണ്ടാവും. മണി ആൻഡ് ബാങ്കിങ് പഠിച്ചിട്ട് 5 മണിക്കും വിളിക്കാതെ വിളിച്ചില്ല. അടുത്തതാണ് കൺട്രോളിംഗ്. ചെറിയ ചാപ്റ്റർ ആണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ. എന്ത് പറ്റി, ടെൻഷൻ ആയിട്ടിരിക്കണം. സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ നീഡ്. ഏത് അബ്രഹാം മാസ്ലോന്റെ ഫിസിയോളജിക്കൽ, ഇതിന് സൈക്കോളജിക്കൽ. സ്പെല്ലിംഗ് നോക്കാട്ടോ. ഓക്കെ, സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാം, പക്ഷെ പറയണ്ട, അവിടെ എഴുതി വെച്ചാൽ മതി ബുക്കിൽ അല്ല പേപ്പറിൽ. ഓക്കെ, എഴുതുമ്പോ കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അത് രണ്ടുമാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാലോ. ഡൗട്ട് ഉണ്ടോ? അതൊരു 3 മാർക്കും ചോദിക്കുകയാണെങ്കിൽ 3 എണ്ണം 4 എണ്ണം പഠിച്ചാൽ മതി. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം പഠിച്ചു വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തല്ലോ സാറേ. യെസ്, ഓക്കെ ആണെങ്കിൽ മാത്രം. മക്കളെ ഒരു ശ്രദ്ധിക്കുക, പ്ലാനിങ് എന്താണെന്ന്, അതുപോലെ കൺട്രോളിംഗ് എന്താണെന്നൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും മാനേജ്മെന്റ് ഫംഗ്ഷൻസ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം അല്ലെ സാറേ, 2 മാർക്കിന് പ്രതീക്ഷിക്കുക. അപ്പൊ കൺട്രോളിംഗ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, നമ്മൾ ആക്ച്വൽ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ നടന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ, കൺട്രോളിംഗ് എന്ന് പറയാ. പ്ലാനിങ് ഉണ്ടായിരിക്കും, പ്ലാൻ ചെയ്ത പോലെ തന്നെ കൃത്യമായിട്ട് ആക്ച്വലി സംഭവിച്ചോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിനാണ് കൺട്രോളിംഗ് പറയാം. ഇപ്പൊ എക്സാമിന് ചിലപ്പോൾ ഓടിപ്പോയി കൺട്രോളിംഗ് എന്താണെന്ന് ചോദിക്കൂല. ഒരു എക്സാമ്പിൾ പറയും, നിങ്ങളൊരു ടൂർ പോവാണെങ്കിൽ നിങ്ങൾ ഒരു സൺഡേക്ക് പ്ലാൻ ചെയ്തു, അപ്പൊ ടൂർ പോയതിനു ശേഷം എന്ത് ചെയ്തു, അത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കി എന്തെങ്കിലും വ്യതിയാനങ്ങളൊക്കെ ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടായോ, ഇത് ഏത് ടൈപ്പ് ഓഫ്
ഫംഗ്ഷൻ ആണ്, മാനേജറിയൽ ഫംഗ്ഷൻ ആണ്. അങ്ങനെ ചോദിക്കുക. ഇവിടെ ഓടിപ്പോയിട്ട് കൺട്രോളിംഗ് എന്താണെന്ന് ചോദിക്കില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരില്ല. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ തന്നിട്ട് പറയും അത് ഏത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഇത് ആൻസർ ചെയ്താൽ തൊട്ട് താഴെ ബി ക്വസ്റ്റ്യൻ വാട്ട് ആർ സ്റ്റെപ്സ് ഓഫ് സച്ച് ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ സ്റ്റെപ്പ് എഴുതാൻ. മനസ്സിലായ മക്കളെ? ക്ലിയർ ആണ് കേസ് കാണിച്ച്. അവരുടെ ഓടിപ്പോയിട്ട് സ്റ്റാഫിംഗ് എന്താണെന്നോ കൺട്രോളിംഗ് എന്താണെന്നോ ചോദിക്കൂല. അതിന്റെ ഡെഫിനിഷൻ തന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാമ്പിൾ പറഞ്ഞിട്ട് ഏത് ഫംഗ്ഷൻ ആണെന്ന് ചോദിക്കും. എങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് അങ്ങനെ എനിക്ക് ചോദിക്കാം. ക്ലിയർ ആയോ? ലക്ഷ്മി ഫീച്ചേഴ്സ് എന്താണ്? നേരത്തെ പറഞ്ഞതാണ്, ഗോളുവിന്റെ ആണ്, പെർവാസീവ് ആണ്, കണ്ടിന്യൂസ് ആണ്. യെസ്. അതുപോലെ മക്കളെ നോക്കാം, കൺട്രോളിംഗ് എന്താണ്? ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. ഫോർവേഡ് ലുക്കിംഗ് എന്ന് മാത്രം പറഞ്ഞത് എന്താണ് മക്കളെ? പ്ലാനിംഗ് ആണ്. ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ് ലുക്കിംഗ്, മുൻപ് നോക്കണം പുറകും നോക്കണം. എന്താണ്? കൺട്രോളിംഗ് ആണെങ്കിൽ കേട്ടോ. കൺട്രോൾ വേണം. അതെ, ബാക്കിലോട്ട് പെട്രോളും വേണം. അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിംഗ് അല്ലെ. കൺട്രോളിംഗിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻസ് പറയാം. അതായത് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ സ്റ്റാൻഡേർഡ്സിന്റെ ആക്യുറൻസ് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ എഫിഷ്യന്റ് ആയിട്ട് ഓർഗനൈസേഷൻ റിസോഴ്സ് യൂസ് ചെയ്യാം, എംപ്ലോയീസിന്റെ മോട്ടിവേഷൻ കൂട്ടാം, ഡിസിപ്ലിൻ ഉണ്ടാക്കാം, കോർഡിനേഷൻ ഉണ്ടാക്കാം, ഡിസിഷൻ മേക്കിംഗ് എളുപ്പമാക്കാം. ഏതെങ്കിലും ഡിസിഷൻ മേക്കിംഗ്, കോർഡിനേഷൻ, ഡിസിപ്ലിൻ അങ്ങനത്തെ പോയിന്റ് പഠിച്ചേക്കാം മക്കളെ. പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ ട്രിക്സുകളൊക്കെ എഴുതിക്കുക എന്ന് കരുതിയിട്ട് തുണ്ടോ എഴുതി കൊണ്ടുവരുന്നത് അത് ട്രിക്സ് അല്ല, അത് വേറെ അങ്ങനെയല്ല. ഓർക്കാറുള്ളത് അതന്നെ ട്രിക്സ് ഒക്കെ പറഞ്ഞേ. യെസ് മക്കളെ, ഇത് ശ്രദ്ധിക്കുക കേട്ടോ. ലിമിറ്റേഷൻ നിങ്ങൾ എന്തായാലും ബന്ധമായിട്ട് പഠിച്ചു വെക്കുക. കൺട്രോളിംഗ് ലിമിറ്റേഷൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ലിമിറ്റേഷനും ആണ് മാറി മാറി ചോദിക്കാറുള്ളത്. സ്റ്റെപ്പും പഠിക്കണം. അതായത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് എപ്പോഴും സെറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. എംപ്ലോയിയുടെ മൊറാലിറ്റി അല്ലെങ്കിൽ എംപ്ലോയിയുടെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് ക്വാണ്ടിറ്റേറ്റീവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ നമുക്ക് ഓർഗനൈസേഷനിലെ ഉള്ളിലെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും, പുറത്തെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ കൺട്രോൾ ചെയ്യുമ്പോൾ സംഭവിക്കും? എംപ്ലോയീസിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാകും. പിന്നെന്താണ്? കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറയാം. കോസ്റ്റ്ലി ആണ്. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? എക്സ്പെൻസീവ്. പെട്ടെന്ന് ഞാൻ സ്കോട്ട്ലാൻഡ് ഇഷ്ടപ്പെട്ടിട്ടില്ല. രണ്ടിനും കൺട്രോളിംഗ് വേണമല്ലോ സാറേ. യെസ്. നെക്സ്റ്റ് മക്കളെ, ഇതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കൺട്രോളിംഗിന്റെ പ്രോസസ്. ഓർഡർ എഴുതണം. ഓർഡർ ചെയ്തില്ലെങ്കിൽ മാർക്ക് കുറയും. ഒരു സ്റ്റെപ്പിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചാടൂല്ലല്ലോ, രണ്ടാം സ്റ്റെപ്പിലേക്കല്ലേ പോവാ അല്ലേ? അപ്പൊ അതേപോലെ സ്റ്റെപ്പ് ഓർഡറിൽ വേണം. സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ആദ്യം എന്ത് ചെയ്യാം? നമ്മൾ ഓർഗനൈസേഷന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം. എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എത്ര അളവുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. അതെന്താണ്? അത് നമ്മൾ എന്ത് ചെയ്യാം? എംപ്ലോയിനെ കൊണ്ട് നമ്മൾ പണി എടുപ്പിക്കുക. അവരുടെ ആ ഒരു ജോലി നമ്മൾ എടുപ്പിക്കുക. പെർഫോമൻസ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അത് മെഷർ ചെയ്യാം. മെഷർ ചെയ്യാം, കമ്പയർ ചെയ്യാം. ഏതാണ് അതിന്റെ കാരണത്തെ കണ്ടുപിടിക്കുക, കറക്റ്റ് ആക്ഷൻസ് എടുക്കുക. സിമ്പിൾ അല്ലേ മക്കളെ? ആക്ച്വൽ വർക്ക് കമ്പയർ ചെയ്യുന്നു, ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു, കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നു. ഹെഡിങ്ങിന് എഴുതാലോ മക്കളെ? സിമ്പിൾ അല്ലേ ഇത്? ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൂട്ടായിട്ട് അശ്വിൻ ടിക്കറ്റ് ചെക്കാണ്. നസൽ വന്നിട്ടുണ്ടല്ലേ? അപ്പുറത്തെ വീട്ടിൽ പൊരിച്ചു പോയിട്ട് മണം വന്നപ്പോ ഓടിപ്പോയ ആളാണ് ക്ലാസ്സിൽ. അതെ അല്ലേ? ചാപ്റ്റർ 9 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ക്ലിയർ ആയ മക്കളെ? ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് നമുക്ക് പോവാം. ഈ ചാപ്റ്റർ കേൾക്കുമ്പോ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും, പക്ഷേ ഇതിൽ ഷുവർ ആയിട്ട് ചോദിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. യെസ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? അതായത് നമ്മൾ ഫണ്ട് കണ്ടുപിടിക്കുക, അത് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്താൽ അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. കണ്ടുപിടിക്കാം, കണ്ടെത്താം, അതിനെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അത് രണ്ട് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും. ശരിക്കും അത് വാല്യൂ പഠിക്കും. രണ്ടെണ്ണം പഠിച്ചാൽ മതി. പ്രോഫിറ്റും വെൽത്തും, ലാഭവും എങ്ങനെ മാക്സിമം ഉണ്ടാക്കാം, സമ്പത്തും ഷെയർ ഹോൾഡർ സമ്പത്തും എങ്ങനെ മാക്സിമം ഉണ്ടാക്കാം. അതിന്റെ ഡിഫറൻസ് ഒന്ന് കാണിക്കാലോ സാർ? എങ്ങനെയാണ് കാണിച്ചത്?
മെയിൻ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു മാക്സിമൈസ് പ്രോഫിറ്റ് ഉണ്ടാക്കാം, ഷെയർ ഹോൾഡറുടെ വെൽത്ത് അവരുടെ ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസ് കൂട്ടാം. ഇനി ഇത് പഴയ ട്രഡീഷണൽ ഇപ്പോഴത്തെ ബിസിനസ്സുകാർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പ്രോഫിറ്റ് അല്ല, വെൽത്ത് മാക്സിമൈസേഷൻ, സാറ്റിസ്ഫാക്ഷൻ നോക്കണം, എന്നാലേ പ്രോഫിറ്റ് കിട്ടുള്ളൂ. മനസ്സിലായോ? അതായത് ഇത് പണ്ടത്തെ ട്രഡീഷണൽ ടെക്നിക്കാണ്, പരമ്പരാഗതമായിട്ടുള്ള ടെക്നിക്കാണ്. ഇതാണ് മോഡേൺ ടെക്നിക്കാണ്. കേട്ടോ. അടുത്തതാണ് ഫിനാൻഷ്യൽ ഡിസിഷൻ അല്ലെ. കുട്ടി വരട്ടേക്കണ ഇത് അർജുനേക്ക് ചോദിച്ചാലേ നീ എനിക്ക് ചോദിക്കറിയാം. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മക്കളെ. ഈ ചാപ്റ്റർ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫിനാൻഷ്യൽ ഡിസിഷൻ. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതായത് ഫിനാൻഷ്യൽ മാനേജറുടെ ഡ്യൂട്ടി ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ ഏതാണെന്ന് ചോദിക്കാം. മക്കളെ രണ്ട് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുക. ഫിനാൻഷ്യൽ മാനേജറുടെ ഡ്യൂട്ടീസും അതുപോലെ ഫിനാൻഷ്യൽ ഡിസിഷൻസും. 3 ഡിസിഷൻ വേഗം പറയാം. 3 എണ്ണേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ നിക്ഷേപിക്കുക. ഏതാ സെറ്റില് കറണ്ട് അസറ്റ് ഉണ്ട്, ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്. ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ പറയും. ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ 2 തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 3 ഫിനാൻസിംഗ് ഡിസിഷൻ. എങ്ങനെ ഫിനാൻസ് നമുക്ക് ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് ഫിനാൻസ് ചെയ്യാം, അതാണ് ഫിനാൻസിംഗ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ലാഭവിഹിതമാണ്. ഒരു കമ്പനിക്ക് കിട്ടിയ ലാഭത്തിൽ എത്രത്തോളം എമൗണ്ട് ഷെയർ ഹോൾഡറിന് ലാഭവിഹിതം കൊടുക്കണം, എത്രത്തോളം എമൗണ്ട് റീറ്റെയിൻഡ് ആയിട്ട് വെക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ക്ലിയർ ആയ മക്കളെ? ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കളെ എന്തായാലും പഠിച്ചു വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. നെക്സ്റ്റ് ആണ് എന്ത്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിനാൻസിംഗ് ഡിസിഷൻ. ഏകദേശം അതെ, ഫാക്ടേഴ്സ് ആണ് വരുന്നത്. സിമ്പിൾ ഫാക്ടർ ആണ് മക്കളെ. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അത് പഠിച്ചാൽ മതി. അതായത് നമ്മൾ ഫിനാൻസ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കണം അല്ലെ? ഫസ്റ്റ് കോസ്റ്റ്. നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? ചീപ്പർ സോഴ്സസ് നിന്ന് നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്യുക അല്ലെ? കോസ്റ്റ് കുറവുള്ള സോഴ്സിൽ നിന്ന് ഫണ്ട് സെലക്ട് ചെയ്യുക. അതേപോലെ റിസ്ക് നോക്കിയിട്ട് ഫണ്ട് സെലക്ട് ചെയ്യുക. അതുപോലെ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ദാറ്റ് മീൻസ് നമ്മൾ ഫണ്ട് എടുക്കുന്ന കോസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ കോസ്റ്റ് നോക്കിയിട്ട് ഫണ്ട് റേസ് ചെയ്യുക. അതുപോലെ എന്താണ് നമ്മുടെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ പൊസിഷൻ. നമുക്ക് ക്യാഷ് ഫ്ലോ പൊസിഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡെപ്റ്റ് ഫിനാൻസിങ്, ബോറോഡ് ഫണ്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്താണ്? ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. നമുക്ക് ഓൾറെഡി കുറച്ച് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ഫർദർ ആയിട്ട് ഡെപ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ്? കൺട്രോള് പോകുന്നതാണെങ്കിൽ നമ്മൾ ഇക്വിറ്റി ഫണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. ഫാക്ടർ ഇമ്പോർട്ടന്റ് ആണ്. 4 പോയിന്റ്സ് വെച്ച് പഠിച്ചോളണം കേട്ടോ. ഫാക്ടേഴ്സ് ആണ്. യെസ്, നോക്കാം. ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അല്ലെ? ഫസ്റ്റ് ആണ് ഏർണിംഗ്സ്. നെക്സ്റ്റ് അടുത്തത് ഒരേപോലെ കൊടുക്കുക എല്ലാ പ്രാവശ്യം. നെക്സ്റ്റ് അടുത്തത് ഡിവിഡൻഡ്. യെസ്, അതും നെക്സ്റ്റ് അടുത്തത് ഗ്രോത്ത് ഉള്ള കമ്പനി ആണെങ്കിൽ അധികം ഡിവിഡൻഡ് കൊടുത്താൽ നമുക്ക് എന്തുണ്ടാവില്ല? റീറ്റെയിൻ ഏർണിംഗ്സ് കുറവായിരിക്കും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നല്ല വളർച്ചയുള്ള കമ്പനി ആണെങ്കിൽ കയ്യിലുള്ള പ്രോഫിറ്റ് ഒക്കെ ലാഭവിഹിതം കൊടുത്താൽ പിന്നെ കമ്പനിയിൽ ആവശ്യം വന്ന പൈസ ഉണ്ടാവും. യെസ്, അതന്നെ. അത് ക്യാഷ് ഫ്ലോ പൊസിഷൻ, ക്യാഷ് വരുന്നതും പോകുന്നതും നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിച്ച് നമുക്ക് ഡിക്ലെയർ. പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് താല്പര്യം എന്താണോ അതനുസരിച്ച് ഡിവിഡൻഡ് കൊടുക്കാം. സിമ്പിൾ സാധനം, മനസ്സിലാക്കി പഠിച്ചാൽ മതി. അതന്നെ, ഹെഡിങ്സ് പഠിച്ച് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. സെയിം തന്നെ, അതായത് നമ്മൾ ഫണ്ടിനെ കുറിച്ച് ആദ്യം എസ്റ്റിമേഷനിലേക്ക് വരാം. എത്ര ഫണ്ട് നമുക്ക് വേണം, ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഫണ്ട് കണ്ടുപിടിക്കുക, അത് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ആയിരിക്കും. ഷോർട്ട് ടേം ആണെങ്കിൽ ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും. ഇനി ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ എത്രത്തോളം ക്യാപിറ്റലിന് വേണ്ടിയിട്ട് എത്രത്തോളം സെക്യൂരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രപ്പോർഷൻ എത്രത്തോളം ഉണ്ട്, അതിനാണ് എന്ത് പറയാ? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തുണ്ടാകാൻ പാടില്ല? ഡെപ്റ്റിന്റെ അളവ് കൂടാൻ പാടില്ല. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ കടം അല്ലെ? കടം കൂടിയാൽ മുടിഞ്ഞു പോകും അല്ലെ? അത് കൂടുതലാകാൻ പാടില്ല. അങ്ങനെ കൂടുതലായാൽ അത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ല. അപ്പൊ ഡെപ്റ്റ് എപ്പോഴും എന്താണ്? പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ചോദിക്കും. നെക്സ്റ്റ് മക്കളെ, ഇത് ചോദിക്കുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണെന്ന് ആയിരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കാം, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ചോദിക്കും. ശ്രദ്ധിക്കുക, അതായത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറില് ഡെപ്റ്റിന്റെ പ്രപ്പോർഷൻ എത്രത്തോളം ഉണ്ടോ ആ അളവിനെയാണ് എന്ത് പറയാ? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ ആണെന്ന് കൈവശം കാണിച്ചേ. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, അത് എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട്, എത്ര പ്രപ്പോർഷൻ ഡെപ്റ്റ് ഉണ്ട്, അതാണ് എന്ത്? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. സെറ്റ് ആണ് കൈവശം കാണിച്ചേ? ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ?
യെസ് നെക്സ്റ്റ് അടുത്തത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇതും നിങ്ങൾ നിർബന്ധമായിട്ടും ഒഴിച്ചുവിടാൻ പറ്റില്ല, പഠിച്ചേ പറ്റുള്ളൂ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് ക്യാഷ് ഫ്ലോ പൊസിഷൻ. നമുക്ക് നല്ല ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്റ്റ് ഫിനാൻസിങ് യൂസ് ചെയ്യാം. അതേപോലെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ഡെപ്റ്റിന്റെ കോസ്റ്റ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്റ്റ് ഫിനാൻസിങ് യൂസ് ചെയ്യാം. അതുപോലെ ടാക്സ് കുറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഡിബഞ്ചേഴ്സോ ഡെപ്റ്റോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടാക്സ് കുറയ്ക്കും. നെക്സ്റ്റ് കൺട്രോൾ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇക്വിറ്റി ഫണ്ട് മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഇക്വിറ്റി പേയ്മെന്റ് സംഭവിക്കും, കൺട്രോൾ അതിലൂടെ പോകും അല്ലെ. നെക്സ്റ്റ് റിസ്ക് നോക്കിയിട്ട് നമ്മൾ എല്ലാ ഫണ്ടും സെലക്ട് ചെയ്യാം. സിമ്പിൾ അല്ലേ മക്കളെ? നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതായത് നമ്മൾ ലോങ് ടൈം അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2 അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാം, ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കറന്റ് അസറ്റ് അഥവാ ഷോർട്ട് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ലോങ് ടേം അസറ്റിൽ ഫിക്സഡ് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ചോദിക്കാറുണ്ട് മക്കളെ, വൺ വേർഡ് ഓർത്ത് വെക്കാം. ലോങ് ടേം ഡിസിഷൻ എന്ന് പറയാറുണ്ട്. ക്ലിയർ ആയ മക്കളെ? ക്ലിയർ ആണെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സെഷൻ എപ്പോഴും ലോങ് ടൈം ഗ്രോത്ത് ഉണ്ടാക്കുന്നു. അതുപോലെ നമുക്ക് എന്ത് വേണം, ലാർജ് ഫണ്ട് വേണം, റിസ്ക് ഉണ്ട്, ഇറിവേഴ്സിബിൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് ഫിക്സഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയാം കേട്ടോ. അപ്പൊ എന്താ വർക്കിംഗ് ക്യാപിറ്റൽ നേരത്തെ പറഞ്ഞു ഞാൻ. ഫിക്സഡ് അസറ്റിന് വേണ്ട ക്യാപിറ്റലിനെ നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ എന്നും, കറണ്ട് അസറ്റ് ഷോർട്ട് ടേം അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണ് കഴിച്ച് കാണിച്ചേ. ലോങ് ടേം അസറ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഷോർട്ട് ടേം അസറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ വേറൊരു പേരാണ് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ എന്താ, ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവിടെയാണെങ്കിലോ, എവിടെയാണെങ്കിൽ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അസറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം സ്കാനിംഗ് കൺവേർട്ട് ഇൻടു ക്യാഷ് ഇമ്മീഡിയറ്റ്ലി കാണ്ട് ബി ആണ് അല്ലേ. പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ ബുദ്ധിമുട്ടാണ്, ലോങ് ടേം ആണ്. പക്ഷെ ഇതാണെങ്കിൽ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് ഇൻഡയറക്റ്റ് സപ്പോർട്ട് ആയിരിക്കും. ട്രേഡ് ആക്ടിവിറ്റീസിനെ ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇത് ഡയറക്റ്റ് സപ്പോർട്ടിംഗ് ആണ്. ഇത് ലോങ്ങർ പീരീഡ് ആണ്, ഷോർട്ടർ പീരീഡ് ആണ്. യെസ് ആനന്ദ് പറയടാ. ആനന്ദ് ചോദിച്ച മോനെ ഡൗട്ട് പറഞ്ഞുതരാടാ. അത് ലാസ്റ്റ് പറയാലോ സാറേ, 8 മാർക്ക് പറയാം. യെസ് അതന്നെ, കുറച്ചു നേരം കാത്തിരുന്ന് ക്ഷമയോടെ നിൽക്കണം. പക്ഷെ ഞങ്ങളെ പ്രഡിക്ഷൻ ശരിയാവല്ലോ സാറേ. ഇന്നത്തെ 2 സ്റ്റേറ്റ് പ്രഡിക്ഷൻ ആയിരുന്നു മക്കളെ. നേച്ചർ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ടെക്നോളജി. ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിക്കാം, എഴുതി പഠിക്കാം കേട്ടോ. അടുത്ത ക്യാപിറ്റൽ റിക്വയർമെന്റ് പറഞ്ഞാലോ നമുക്ക്? പറയാം. വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യും. മക്കളെ മാറിപ്പോകരുത്. അതായത് പോയിന്റിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മാറിപ്പോകരുത്. അതായത് ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും രണ്ട് കാറ്റഗറിയാണെന്ന് ഓർത്ത് വെക്കുക. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മാറിപ്പോകരുത്. ഹെഡിങ് ഏകദേശം സെയിം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. എഫക്ട് ചെയ്യും. സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്, സ്മോൾ ഓർഗനൈസേഷൻ ആണോ, ബൂം പീരീഡ് ഉണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാകും. അതേപോലെ സീസൺ, പീക്ക് സീസൺ, ലീൻ സീസൺ, പ്രൊഡക്ഷൻ സൈക്കിൾ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ആണ് ഈ ഒരു ഈ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ടോട്ടൽ വാല്യൂ ഓഫ് കറന്റ് അസറ്റ്. മക്കളെ, ഒരു കമ്പനിയിലെ ടോട്ടൽ കറന്റ് അസറ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ടോട്ടൽ കറന്റ് അസറ്റ്. പക്ഷേ ഈ കറന്റ് അസറ്റിന്ന് കറന്റ് ലയബിലിറ്റി കുറച്ചാലോ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. യെസ് മക്കളെ, ഇത് വൺ വേർഡ് ചോദിക്കട്ടോ, ഓർത്ത് വെക്കുക. കറന്റ് അസറ്റിന്ന് കറന്റ് അസറ്റ് കുറച്ചാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും മൊത്തം കറന്റ് അസറ്റിനെ എന്താ വിളിക്കുക? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും കിട്ടും. ക്ലിയർ ആണെങ്കിൽ ഓക്കെ അല്ലേ മക്കളെ? യെസ്. അടുത്ത സാറേ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ടൈം കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് ടൈമിലേക്ക് പോകാൻ മുമ്പ് പറയണോ? പറയാലേ. യെസ്. സെക്കൻഡ് ടൈമിലെ പോർഷൻസിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് സ്റ്റാഫിംഗിൽ ചാൻസ് ഉണ്ട്. അതേപോലെ ഡയറക്ടിംഗില് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ, അതുപോലെ ഓർഗനൈസേഷന്റെ ബാരിയേഴ്സിനും ചാൻസ് ഉണ്ട്. സെറ്റ് ആണെങ്കിൽ ഐവിസി കാണിച്ച് ഓക്കെ ആണെങ്കിൽ 2 ചാപ്റ്റർ കിട്ടിയില്ലേ, അപ്പൊ ഈ 2 ചാപ്റ്റർ നിങ്ങൾ എസ് വിചാരിച്ച് പഠിക്കേണ്ടതാണ്. ഉറപ്പാണ്. യെസ് തന്നെ. സ്റ്റാഫിംഗിന് 8 മാർക്കിന്റെ എസ് ഉറപ്പാണ്. ഓഫ് ദി ജോബ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഓൺ ജോബ് ട്രെയിനിങ്ങോ വരാം. സെലക്ഷൻ ഉണ്ട് അവിടെ.
നെക്സ്റ്റ് നമുക്ക് എന്താണ് ഫസ്റ്റ് ടൈം പൊസിഷനിലേക്ക് വരാം. ഫസ്റ്റ് ടൈം എത്ര ചാപ്റ്റർ ഉണ്ട്? ഫസ്റ്റ് ടൈം നമുക്ക് ഒരു 5 ചാപ്റ്റർ ഉണ്ട്. ഫസ്റ്റ് എന്താണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്, ബിസിനസ് എൻവയോൺമെന്റ്, പ്ലാനിംഗ് ആൻഡ് ഓർഗനൈസിംഗ്. എന്താണ് അഭിഷേക് പറയടാ. എസ്എ ക്വസ്റ്റ്യൻ പറയാനുള്ളത് അല്ലേ? എടാ സ്റ്റാഫിംഗിൽ എസ്എ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും, പിന്നെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ പഠിച്ചു, രണ്ടും പഠിച്ചു. റിക്രൂട്ട്മെന്റ് പഠിക്കുക, സെലക്ഷന്റെ പ്രോസസ്സ്. അതേപോലെ ഡയറക്ടിംഗിലാണെങ്കിൽ ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സും ഓർഗനൈസേഷൻ ബാരിയേഴ്സ്, കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ്. സെറ്റ് അല്ലേ? പിന്നെ ഫോർമൽ ഇൻഫോർമൽ ഡിഫറൻസ് നോക്കി അതൊക്കെ 5 മാർക്ക് ചോദിക്കും. കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ് 5 മാർക്ക് ആയിരിക്കും കേട്ടോ. അതേപോലെ ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലിന്റെയും ആ ഒരു ഫാക്ടേഴ്സും 5 മാർക്കിന് പഠിച്ചേക്കാം. ഫിനാൻഷ്യൽ ഡിസിഷനും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഡിവിഡൻഡ് ഡിസിഷൻ. പിന്നെ ഗ്രോസും നെറ്റും പറഞ്ഞു. കിട്ടിയടാ? സെറ്റ് ആണ് മക്കളെ, സെറ്റ് ആണ് ഗവിച്ച് കാണിച്ചേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈമിലോട്ട് പോകാം. ഫസ്റ്റ് ടൈമിലേക്ക് പോകുമ്പോൾ മാനേജ്മെന്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മക്കളെ മേരി പാർക്കർ പോളറ്റ് ആണ് ഡിഫൈൻ ചെയ്ത ഒറ്റയ്ക്ക് ഒരു ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കുക, അതാണ് മാനേജ്മെന്റ്. ഓക്കേ അല്ലേ? അരുൺ സാർ പറയാറുണ്ട് മാനേജ്മെന്റിന്റെ 3 ആസ്പെക്ട്സ് മക്കളെ ഓർത്ത് വെക്കുക. പ്രോസസ് എന്താണ്, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി. ഇതില് എഫിഷ്യൻസി വെച്ചിട്ട് എപ്പോഴും 1 വേർഡ് ചോദിക്കാറുണ്ട്. സാർ ഇതാരുന്നത്? യെസ്, നോക്കിയ മക്കളെ, ഡൂയിങ് ടാസ്ക് വിത്ത് കറക്റ്റ്ലി വിത്ത് മിനിമം കോസ്റ്റ്. അതായത് ടാസ്ക് അങ്ങനെ മിനിമം കോസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുള്ളതാണ് എഫിഷ്യൻസി ആണ്. 1 വേർഡ് ചോദിക്കും, ഓർത്ത് വെക്കാം. എന്നിട്ടല്ലേ എഫക്റ്റീവ്നെസ് ആണ്. എഫക്റ്റീവ്നെസ്. കോസ്റ്റ് കുറച്ചാൽ അത് എഫിഷ്യൻസിയും ആണ്. യെസ്. നെക്സ്റ്റ് അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഓൾറെഡി പഠിച്ച പോയിന്റ്സ്. ഗോൾ ഓറിയന്റഡ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഇൻടാഞ്ചിബിൾ ഫോഴ്സസ്. മാനേജ്മെന്റിന്റെ സവിശേഷതകൾ തന്നെയാണ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗിനൊക്കെ ഇടുന്നത്. നെക്സ്റ്റ് അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. ഞങ്ങളെ 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, മാറിപ്പോകരുത്. 3 ഏതൊക്കെയാണ്? ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷൻ 3 ഉണ്ട്. സർവൈവൽ, ഗ്രോത്ത്. മറന്നു പോരുത് കേട്ടോ, ഓർത്ത് വെക്കുക എല്ലാവരും. അടുത്ത ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷന്റെ ഗോൾസ് അറ്റൈൻ ചെയ്യുക, എഫിഷ്യൻസി കൂട്ടുക, പേഴ്സണൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുക, സൊസൈറ്റിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കുക. അടുത്ത മാനേജ്മെന്റ് നേച്ചർ ആണ്. മാനേജ്മെന്റ് 3 നേച്ചറിലാണ് അറിയപ്പെടുന്നത്. ആർട്ട് ഉണ്ട്, സയൻസ് ഉണ്ട്, പ്രൊഫഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് മാനേജ്മെന്റിനെ ആർട്ട് എന്ന് പറയാനുള്ള കാരണം? എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്, പേഴ്സണൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. മക്കളെ ആർട്ട് നന്നായിട്ട് പഠിച്ചു വെക്കാം, എപ്പോഴും ചോദിച്ചേക്കുന്നത്. സയൻസ് വന്നാൽ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്, പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ, വാലിഡിറ്റി. നെക്സ്റ്റ് പ്രൊഫഷൻ ആണെങ്കിലും നോക്കിക്കാം. യെസ്, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്, റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്, അതുപോലെ എന്താണ് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ മാനേജ്മെന്റ് ഇസ് ആൻ ആർട്ട് ആണ്. സയൻസും പ്രൊഫഷനും കുറച്ചേ വരുന്നുള്ളൂ അതിന്റെ ഫീച്ചേഴ്സ് കേട്ടോ. അത് നിങ്ങളത് കറക്റ്റ് ജസ്റ്റിഫിക്കേഷൻ നോക്കി പഠിക്കണം. ഓക്കെ, അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ ആണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഉറപ്പായിട്ടും വരും. 1 വേർഡ് വരും. 1 വേർഡ് ചോദിക്കുകയാണെങ്കിൽ സാധാരണ ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ്, മാനേജിംഗ് ഡയറക്ടർ, ഷെയർ ഹോൾഡർ, ഇതൊക്കെ ആരാണ്? ടോപ്പ് ജനറൽ മാനേജ്മെന്റ്. അതുപോലെ ജനറൽ മാനേജർ ഓർത്ത് വെക്കാൻ മക്കളെ. അത് മാറിപ്പോകാറുണ്ടല്ലോ അവർക്ക്. മാനേജർ മിഡിലല്ല, ടോപ്പാണ്. ജനറൽ മാനേജർ നോട്ട് ചെയ്ത് കേട്ടോ. പക്ഷേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡിലെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകൾ ആരൊക്കെയാ? സെയിൽസ് ഇടാം, അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ. ഇതൊക്കെ എന്താണ്? മിഡിൽ ലെവൽ മാനേജേഴ്സ് ആണ്. ജനറൽ മാനേജറോ? അത് ടോപ്പ് ലെവലാണ്. അത് അടിയിൽ സൂപ്പർവൈസർ, ലൈൻ സൂപ്പർവൈസർ, അക്കൗണ്ടന്റ് ഓഫീസേഴ്സ്, അക്കൗണ്ടന്റ് ഓഫീസർ, ഇതൊക്കെ എവിടെ വരും? ഫോർമാൻ ഒക്കെ ലോവർ ലെവൽ, ഓപ്പറേഷണൽ ലെവലാണ് കേട്ടോ. ഈ ലോവർ ലെവലിന്റെ വേറൊരു പേരാണ് ഓപ്പറേഷണൽ ലെവൽ അല്ലെങ്കിൽ സൂപ്പർവൈസറി ലെവൽ. ചിലപ്പോൾ ഓപ്ഷനിൽ അതായിരിക്കും ചോദിക്കുക, അത് ഓർത്ത് വെക്കുക. ഫംഗ്ഷൻസിലേക്ക് ഇമ്പോർട്ടന്റ് ആണ്. ടോപ്പ് ലെവൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? ഒന്നാമതായിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യുന്നുണ്ട്, പോളിസീസ് ഉണ്ടാക്കുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സിനെ എന്താണ് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ കൊടുക്കും, കോർഡിനേറ്റ് ചെയ്യും. 3 പോയിന്റ് ഉറപ്പായിട്ട് പഠിച്ചു. മിഡിൽ ലെവൽ മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്? ടോപ്പ് ലെവൽ പറയുന്ന പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, ലോവർ ലെവൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ലിങ്ക് ആണ്, ഡിപ്പാർട്ട്മെന്റ് ഡിസിഷൻ എടുക്കുന്നുണ്ട്. അടുത്താണ് ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ അത് മെയിൻ ആയിട്ട് വർക്കേഴ്സ് റിലേറ്റഡ് ആണ്. അപ്പൊ വർക്കേഴ്സിന് എന്താണ് അവരുടെ ഗ്രീവ്നെസ്, കംപ്ലൈന്റ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കേഴ്സിന് വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്,
വർക്കേഴ്സിന് സേഫ്റ്റി Safety കൊടുക്കുന്നുണ്ട്, കൊടുക്കുക. അതുപോലെ അവർക്ക് വേസ്റ്റേജ് ഒക്കെ ഇല്ലാണ്ട് മിനിമൈസ് ചെയ്യുന്നുണ്ട്. Simple. സിമ്പിൾ ആണ്. അത് ലാസ്റ്റ് ടോപ്പിക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. മക്കളെ ഇത് നിങ്ങൾ മാറ്റി എഴുതി വെക്കരുത്, പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, അതിൽ കോർഡിനേഷൻ ഇല്ല കേട്ടോ മക്കളെ. ഞാൻ വീണ്ടും കോർഡിനേഷൻ ഇല്ല, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആണ് കേട്ടോ. ഓർത്ത് വെക്കുക കേട്ടോ. 5 പ്ലാനിംഗ്, function ഉണ്ട്. ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഇതൊക്കെ വരച്ച് വെച്ചോട്ടോ. യെസ് അത് തന്നെ വരയ്ക്കണം. ഫങ്ഷൻസ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ വരയ്ക്കും. ഫുൾ Colour ചെയ്യണ്ട. കളർ ചെയ്യണമെന്നില്ല, സ്കെച്ച് ഒന്നും കൊണ്ടുപോകണ്ട. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. ക്ലിയർ അല്ലേ മക്കളെ? എന്താണ് പ്ലാനിംഗ് എന്ന് അറിയാലോ. Planning is deciding in advance what is to be done, when is to be done, how is to be done, and who is doing. സത്യം സാർക്ക് കാണുമ്പോൾ മനസ്സിലായില്ലേ മക്കളെ? ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതൊക്കെ പറയുന്നത് പ്ലാനിംഗ്. Yes. പ്ലാനിംഗ് in Future. advance, what to do, when to do, how to do, and who is doing. പ്രസന്റ് ഫ്യൂച്ചർ നമ്മളുടെ ഗ്യാപ്പ് അല്ലേ, It is a Gap gap between. അല്ലെങ്കിൽ Bridge between. present to future. ഫ്യൂച്ചർ പ്രസന്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് പോകാനുള്ള പാലമാണ് പ്ലാനിംഗ്. യെസ് ഓക്കെ അല്ലേ. മക്കളെ സെറ്റ് അല്ലേ? പ്ലസ് 2 ഡിഗ്രിക്ക് പോകണ്ടേ, അതിന്റെ പാലമാണ് വിന്നേഴ്സ് അല്ലേ സാർ. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ ഷവർമ തിന്നുന്ന ആരാണ് സാർ? ഷവർമ ഞങ്ങളെ കൊടുപ്പിക്കുന്നത് വേണ്ട, ഞങ്ങൾ വീഴൂല കേട്ടോ. ഓർഗനൈസിംഗ് കഴിച്ചത് കഴിച്ച എനർജി വരട്ടെ. യെസ് നെക്സ്റ്റ് അടുത്ത് പ്രോസസ് ഓഫ് അസൈനിങ് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക, ടാസ്ക് ഗ്രൂപ്പ് ചെയ്യാ, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് പറയാ, ഇതാണ് എന്ത് ഓർഗനൈസിംഗ് എന്ന് പറയാ. അടുത്ത സ്റ്റാഫിംഗ് ഓൾറെഡി പറഞ്ഞു, വീണ്ടും പറയണ്ട. വേണ്ട വേണ്ട, അടുത്ത ഡയറക്റ്റിംഗ് പറഞ്ഞു, ഡയറക്റ്റിംഗ് കൺട്രോളിംഗ് പറഞ്ഞു. അടുത്തിലേക്ക് കോർഡിനേഷൻ. വളരെ എസെൻസ് ഓഫ് മാനേജ്മെന്റ്. കോർഡിനേഷൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് സത്ത് എന്താ? കോർഡിനേഷൻ ആണ്. കോർഡിനേഷൻ ഇല്ലെങ്കിൽ മാനേജ്മെന്റ് ഇല്ല മക്കളെ. ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. സിങ്ക്രണൈസേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ടുവേഴ്സ് അച്ചീവ്മെന്റ് ഓഫ് കോമൺ ഗോൾ. ഓർഗനൈസേഷന്റെ ഗോള് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെന്റിലെ ആക്ടിവിറ്റീസ് നമ്മൾ ഒരുമിപ്പിച്ചാൽ അതെന്താണ്? കോർഡിനേഷൻ ആണ്. സെറ്റ് ആണ് കൈവശിക്കുന്ന മക്കളെ. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? സിങ്ക്രണൈസേഷൻ, ഇന്റഗ്രേഷൻ ഒക്കെ പറഞ്ഞ ഉറപ്പിച്ചോ, അത് കോർഡിനേഷൻ ആണ് കേട്ടോ. കോർഡിനേഷന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത് ഗ്രൂപ്പ് എഫേർട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും, ഗ്രൂപ്പായുള്ള പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കുക, യൂണിറ്റി ഓഫ് ആക്ഷൻ കൊണ്ടുവരും. യൂണിറ്റി പ്രക്രിയയാണ്. നെക്സ്റ്റ് എന്താണ്? കണ്ടിന്യൂസ് ആണ്, പെർവാസീവ് ആണ്, ഡെലിബറേറ്റ് ഫംഗ്ഷൻ. അതുപോലെ ഇമ്പോർട്ടൻസ് ക്ലിയർ ആയിട്ട് പഠിക്കുക. കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് അടുത്തത് ഇൻക്രീസ് എഫിഷ്യൻസി കൂട്ടും, മറ്റുള്ള ഫംഗ്ഷൻസ് ഒരു കീ ആണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ്, സ്പെഷ്യലൈസേഷൻ ഉണ്ട്, റീകൺസിലേഷൻ ഓഫ് ഗോൾസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കോർഡിനേഷന്റെ എലമെന്റ്സ് ഇവർക്ക് അങ്ങനെ ഇല്ല. അത് ഇതാണ് ഡെലിഗേഷന്റെ ആണ്. ഡെലിഗേഷന്റെ എലമെന്റ്സ് ആണ്. അടുത്തിലേക്ക് പോകാം നമുക്ക്. ചാപ്റ്റർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇത് ഒരു അതായത് 14 പ്രിൻസിപ്പിൾ ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് നോക്കി വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കാര്യം പറയുമ്പോൾ 14 പ്രിൻസിപ്പിൾ നിങ്ങൾ ഒരിക്കലും ഗ്രാൻഡ് പ്ലാൻ എഴുതി വെക്കരുത്, നാണക്കെടുത്തിയത് മനുഷ്യനെ. ആദ്യം നമുക്ക് നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പറയാം. ഫസ്റ്റ് എന്താണ്? യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട്, ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. ഇത് വെറുതെ ഉണ്ടാക്കിയേക്കുന്നതല്ല, പ്രാക്ടീസും എക്സ്പെരിമെന്റേഷൻ വഴിയാണ്. അതുപോലെ ഫ്ലെക്സിബിൾ ആണ്, നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സെറ്റ് അല്ലേ മക്കളെ? നെക്സ്റ്റ് അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. എന്താണ്? നമുക്ക് പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി കൂട്ടാം, റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം, സയന്റിഫിക് ആയിട്ട് ഡിസിഷൻസ് എടുക്കാം, ഓർഗനൈസേഷന്റെ ചേഞ്ചസ് നമുക്ക് മീറ്റ് ചെയ്യാം, അതേപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കറക്റ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യാം. അടുത്ത മക്കളെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്. സയന്റിഫിക് മാനേജ്മെന്റ് എത്ര പ്രിൻസിപ്പിൾ ഉണ്ട്? 4 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇത് 14, ഇത് 4 എണ്ണം. ഓർത്ത് വെക്കുക. ആരാണ് സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ? ഒരാൾ ചോദിച്ചാലോ? നമുക്ക് ഒരാൾ ചോദിച്ചാലോ? സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ ആരാ പറയാ? അറിയാവുന്നവർ വേഗം ഹാൻഡ് റൈസ് ചെയ്യാട്ടെ. സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ അറിയാവുന്നവർ ഹാൻഡ് റൈസ് ചെയ്യാം. നെഹല പറ. സാർ എല്ലാരും പഠിച്ചിട്ടുണ്ട് കേട്ടോ. യെസ് ഓക്കെ പറഞ്ഞോ. FW ടൈലർ ആണ്. യെസ് ഓക്കെ. ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹെൻറി ഫയോൾ ആണ്. അതൊക്കെ പറഞ്ഞു. ഹെൻറി ഫയോൾ ആരാ? ജനറൽ മാനേജ്മെന്റ് എന്ന് പറയാം, മോഡേൺ മാനേജ്മെന്റ് എന്ന് പറയാം. അതുകൂടി ഓർത്ത് വെക്കാം. ജനറൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ മോഡേൺ മാനേജ്മെന്റ്. ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ പ്രിൻസിപ്പിൾ വേഗം പറയാം. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, harmony not discord, cooperation not individualism, development of workers and their greatest efficiency and prosperity. Yes. അത് scientific management techniques വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് സ്റ്റഡി എന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും ട്ടോ. വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഉണ്ട്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ വർക്ക് ഉണ്ട്, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി. ഈ 4 സ്റ്റഡി ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. എന്താണ് മെത്തേഡ് സ്റ്റഡി, എന്താണ് മോഷൻ സ്റ്റഡി. അതൊക്കെ പറഞ്ഞു പോലെ. ഒരു ജോലി ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വേ കണ്ടുപിടിച്ചത് മെത്തേഡ് സ്റ്റഡി ആണ്. അത് നമ്മുടെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യുക. അതായത് നമ്മള് മോഷൻ സ്റ്റഡി, മൂവ്മെന്റ്. ടൈം സ്റ്റഡി എന്താണ്? നമ്മൾ ഒരു ജോബ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ടൈം തീരുമാനിക്കുകയാണെങ്കിൽ ടൈം സ്റ്റഡി ആണ്. മക്കളെ നോക്കുക, നമ്മൾ
റെസ്റ്റ്, ഒരു ജോലി ചെയ്യുമ്പോൾ എത്രത്തോളം റെസ്റ്റ് വേണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് പണിയെടുത്തോണ്ടിരിക്കണം. അതിന് അതുപോലെ നമ്മുടെ എംപ്ലോയീസിന് എന്ത് ചെയ്യുക, എഫിഷ്യന്റ് ഇൻഎഫിഷ്യൻസി വെച്ച് നമ്മൾ സാലറി കൊടുക്കാം. നെക്സ്റ്റ് മക്കളെ അടുത്ത് നോക്കേണ്ടത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. ഡയഗ്രാം കറക്റ്റ് ആയിട്ട് പഠിക്കുക അല്ലെ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, 8 സൂപ്പർവൈസറുടെ അടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കേഴ്സിന്റെ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. ചിലപ്പോൾ ശ്രദ്ധിക്കുക, 8 സൂപ്പർവൈസറുടെ അടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കറിന്റെ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. അതല്ലെങ്കിൽ FW ടൈലറിന്റെ എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിന്റെ ഡയഗ്രാം വരയ്ക്കുക. ആദ്യം ഒരു ഫാക്ടറി മാനേജർ ഉണ്ടായിരിക്കും, ദെൻ പ്രൊഡക്ഷൻ ഇൻചാർജ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വരയ്ക്കാം, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് വരയ്ക്കുക. അതേപോലെ നിങ്ങൾ എഴുതുന്ന ആ ആളുകളുടെ പേര് മാറിപ്പോകരുത് കേട്ടോ. പ്ലാനിംഗ് അതിന്റെ ഡ്യൂട്ടീസ് പഠിക്കണം അല്ലെ. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് എന്താണ് ചെയ്യുക, റൂട്ട് ക്ലർക്ക് എന്താണ് ചെയ്യുക, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ, സ്പീഡ്, പ്രൊഡക്ഷൻ ഇൻചാർജ് ഇവിടെയൊക്കെ ബോസ് ആയിരിക്കും. ആകെ ഇൻസ്ട്രക്ടർ മാത്രമല്ലേ, സ്പീഡ് ബോസ്, ഗ്യാൻ ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ ബോസ്, ഇവിടെ ഡ്യൂട്ടീസ് പഠിച്ചു വെക്കാം. ബ്രീഫ് ആയിട്ട് പഠിച്ചേക്കാൻ ചോദിക്കാൻ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അടുത്ത നമ്മുടെ 14 പ്രിൻസിപ്പിളിലേക്ക് പോയാലോ. ഇത് മക്കളെ എസ്സേക്ക് ഒരു ചാൻസ് ഉള്ള ടോപ്പിക് ആണ്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് എസ്സേ വന്നിട്ടുണ്ട് ഇവരുടെ എക്സാമിന് പ്ലസ് 1 ആർക്ക്. പക്ഷേ നിങ്ങൾക്ക് വരുവാണെങ്കിൽ മേ ബി ചിലപ്പോൾ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും പ്രിൻസിപ്പിൾ നമുക്ക് എഴുതാനായിട്ട്. പക്ഷെ എസ്സേ വന്നില്ലെങ്കിലും ഉറപ്പായിട്ടും ഏതെങ്കിലും 5 മാർക്കിനൊക്കെ ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡിവിഷൻ ഓഫ് വർക്ക് എന്താ? ഡിവിഷൻ ഓഫ് അത് നമ്മൾ എന്താണ്, കോംപ്ലക്സ് വർക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞു പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്മോൾ ടാസ്ക് ആയിട്ട് എംപ്ലോയി കൊടുത്താൽ അത് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ടു സബോർഡിനേറ്റ് അതോറിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഒബ്ലിഗേഷനോട് വർക്ക് ചെയ്ത് എന്താണ്, റെസ്പോൺസിബിലിറ്റി ആണ്. റൂൾസ് നമ്മൾ ഒബീഡിയൻസ് ചെയ്യുക, അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്വീകരിക്കാൻ പാടുള്ളൂ. യെസ്. നെക്സ്റ്റ് അടുത്ത യൂണിറ്റ് ഓഫ് ഡയറക്ഷനും മാറിപ്പോകരുത്. പ്ലാൻ ഹെഡ് ആയിരിക്കണം, മാറിപ്പോകരുത്. യെസ്. ഇവിടെ എന്താണ്, 1 സുപ്പീരിയർ കണ്ടാൽ യൂണിറ്റ് ഓഫ് കമാൻഡ് ആണ്. നെക്സ്റ്റ് സബോഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽസിന്, അതായത് ഓർഗനൈസേഷൻ എന്ത് കൊടുക്കുക, ഇൻഡിവിജ്വൽസ് ഇൻട്രസ്റ്റിന് മാത്രമല്ല ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക. നെക്സ്റ്റ് അടുത്തത് യൂണിറ്റ് ഓഫ് കമാൻഡും. ആദ്യം അതിന്റെ മീനിങ് എഴുതാം. പിന്നെ എന്താണിത്, സിവിൽ സബോർഡിനേഷനെ പ്രിവെന്റ് ചെയ്യും, ഇത് സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ സഹായിക്കും, ഇത് എംപ്ലോയീസിനെ എഫക്ട് ചെയ്യും, ഇത് മൊത്തമായിട്ട് എഫക്ട് ചെയ്യും. ക്ലിയർ അല്ലേ മക്കളെ? നെക്സ്റ്റ് അടുത്ത റെമ്യൂണറേഷൻ. എംപ്ലോയിക്ക് കൃത്യമായിട്ട് വർക്ക് കൊടുക്കുക. നമ്മൾ അതോറിറ്റി നമ്മുടെ ടോപ്പ് മാനേജ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത എന്താണ്, സെൻട്രലൈസേഷൻ ആണ്. അത് ഡിസ്പേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ആണ്. നെക്സ്റ്റ് ഗ്യാങ് പ്ലാൻ. ഗ്യാങ് പ്ലാൻ നമ്മുടെ ഷോർട്ടസ്റ്റ് വേ ഓഫ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഏറ്റവും ചെറിയ വേ, അതായത് സ്കാല ചെയിൻ എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് ടു ലോവസ്റ്റ് ഉള്ള ചെയിൻ ആണ്. അപ്പോൾ 2 വ്യക്തികൾ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ എന്ത് വേണം, ഗ്യാങ് പ്ലാങ്ക് വേണം കേട്ടോ, അത് ഓർത്ത് വെക്കാം. മെറ്റീരിയൽസിനും പീപ്പിൾസിനും ആയാലും സ്യൂട്ടബിൾ പ്ലേസസ്. ഇത് വെച്ച് മക്കളെ 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഓർത്ത് വെക്കുക. പീപ്പിൾസ് ആൻഡ് മെറ്റീരിയൽസ് മസ്റ്റ് ബി ഇൻ സ്യൂട്ടബിൾ പ്ലേസസ്. നെക്സ്റ്റ് അടുത്ത് ഫെയർ ഡീലിംഗ്സ് ആയി എടുക്കുക, ഇമ്പാർഷ്യൽ ആയിട്ട് ഒരാളെ പെട്ടെന്ന് സ്ഥലം മാറ്റാൻ പാടില്ല, ജോലി ഇട്ടിട്ട് പോകും അല്ലെ. കൃത്യമായിട്ട് ഒരു സ്ഥലത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ഇനിഷ്യേറ്റീവ് എടുക്കാന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, യൂണിയനിസ്റ്റ് സ്ട്രെങ്ത്. അതായത് ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അല്ലേ സാറേ, കൊമേഴ്സ് പോലെ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റുമോ. യൂണിയനിസ്റ്റ് സ്ട്രെങ്ത് എന്ന് ചോദിക്കാം കേട്ടോ. സ്പിരിറ്റ് കോപ്സ്. യെസ്. ലാസ്റ്റ് ഫയോളിന്റെ പ്രിൻസിപ്പിളും ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓൾറെഡി പറഞ്ഞു, മോഡേൺ മാനേജ്മെന്റ് ഫാദർ ആണ്. ടൈലർ ആണെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. ഇത് ഷോപ്പ് ഫ്ലോറിനെ ഫോക്കസ് ചെയ്യുന്നു. ഇത് യൂണിറ്റ് ഓഫ് കമാൻഡ് ആണെങ്കിൽ ഇത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനെ ഫോക്കസ് ചെയ്യുന്നു. ഇവിടെ എന്താണ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഒബ്സർവേഷൻ, ഒബ്സർവേഷൻ വഴിയാണ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്യുന്നത്. 1 man 1 voice യൂണിറ്റ് ഓഫ് കമാൻഡ് കറക്റ്റ് ആണ്. അതാരാ പറഞ്ഞത്? സാറെ പഠിച്ചിട്ടുണ്ട് കുട്ടി. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടുണ്ട്. വൺ ഹെഡ് വൺ പ്ലാൻ. യെസ്, അത് ഓർത്ത് വെക്കാം മക്കളെ. ഡയറക്ഷൻ. യെസ്. നെക്സ്റ്റ്
അടുത്ത ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെന്റ്. സിമ്പിൾ ചാപ്റ്റർ ആണ്. എന്താണ് ബിസിനസ്? അത് നമ്മുടെ സം ടോട്ടൽ ഓഫ് ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാക്ടേഴ്സ്, ബിസിനസിന്റെ ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാം? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയാം. യെസ്. അവിടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, സ്പെസിഫിക് ഫോഴ്സസും ജനറൽ ഫോഴ്സസിലാണ്, കോംപ്ലക്സിറ്റി. നെക്സ്റ്റ് അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഫസ്റ്റ് എന്താണ്? നമ്മള് ബിസിനസ് എൻവയോൺമെന്റ് എന്ത് കിട്ടും? ഫസ്റ്റ് മൂവർ, അതായത് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ എന്താണ്? ത്രെഡ്സും വാർണിംഗ്സും അറിയാൻ പറ്റും. റിസോഴ്സസ് കറക്റ്റ് ആയിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റും. ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ബിസിനസ് എൻവയോൺമെന്റിനുള്ള ഇമ്പോർട്ടൻസ്. മക്കളെ എലമെന്റ്സ് ചോദിക്കാം, ഡയമെൻഷൻ ചോദിക്കാം, ആസിഡ്സ് ചോദിക്കാം. വളരെ 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 ഇമ്പോർട്ടന്റ്. ആകെ 5 എണ്ണുള്ളൂ. ഏതൊക്കെ? സോഷ്യൽ ഉണ്ട്, ടെക്നോളജിക്കൽ ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്, ലീഗൽ ഉണ്ട്. ചിലപ്പോ എക്കണോമിക്സ് അല്ലെ? ഇൻട്രസ്റ്റ് റേറ്റ്, നിങ്ങൾ എക്കണോമിക്സിൽ പഠിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാ? ഇൻട്രസ്റ്റിനെ കുറിച്ച് പഠിക്കും, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഡിസ്പോസബിൾ ഇൻകം, ഇതൊക്കെ നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നില്ല. അപ്പൊ എക്കണോമിക് എൻവയോൺമെന്റ്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ കസ്റ്റംസ്, സൊസൈറ്റിയാണ്. സാങ്കേതിക വിദ്യകളാണ്. പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാം. അടുത്തതാണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ റൂൾസ്, ഐഡിയോളജി, അല്ലെങ്കിൽ അവരുടെ എന്താണ് പുതിയ നയങ്ങൾ, അതൊക്കെ വരുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണ്. നെക്സ്റ്റ് ലീഗൽ ആകുമ്പോൾ നിയമപരമായ ലേബർ ലോസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് കോർട്ട് ഓർത്ത് വെക്കാം. ലെജിസ്ലേഷൻ പാസ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, കോടതികൾ, ഇതൊക്കെ ഹ്യൂമൻ റൈറ്റ്സ്, ലേബർ ലോസ് എന്നൊക്കെ പറയുമ്പോൾ വരുന്നത് ലീഗൽ എൻവയോൺമെന്റ്. നിങ്ങൾ അതിന്റെ കോമ്പോണന്റ്സ് ഒന്ന് പഠിച്ചു വെക്കുക, കാരണം മാച്ച് ദ ഫോളോയിങ് വരാം കേട്ടോ, അത് ഓർത്ത് വെക്കാം. മക്കളെ LPG എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യാം? പ്രൈവറ്റിനെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഗ്ലോബലൈസേഷൻ നമ്മുടെ എക്കോണമിയെ ഇന്റഗ്രേറ്റ് ചെയ്യാം. മൊത്തം നമ്മൾ എന്താണ് എക്കോണമി ആക്കി മാറ്റാം. ചാപ്റ്റർ കഴിഞ്ഞു. പ്ലാനിങ്. എന്താണ് പ്ലാനിംഗ്? ഓൾറെഡി പറഞ്ഞു. ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, when it is to be done. The bridge gap between present and future. പിന്നെ ഫീച്ചർ പറയുകയാണെങ്കിൽ ഗോൾ ഓറിയന്റഡ് ആണ്. ഫീച്ചേഴ്സ് പറഞ്ഞു. പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സും കൺട്രോളിങ്ങിന്റെ ലിമിറ്റേഷൻ ആണ് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊരു 4 എണ്ണം പഠിച്ചു വെക്കുക. സിമ്പിൾ ആണ്, ഗോൾ ഓറിയന്റഡ്, നേരത്തെ സാർ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആണ്, പ്രൈമറി ഫംഗ്ഷൻ, അത് ഫസ്റ്റ് ചെയ്ത് വെക്കട്ടെ. പ്രൈമറി ഫംഗ്ഷൻ ആണ്, എല്ലാ ലെവലിലും ഉണ്ട്. അതെ, മറ്റേ എഴുതിയൊക്കെ എടുത്തിട്ട്. നെക്സ്റ്റ് എന്താണ്? ഡിസിഷൻ മേക്കിംഗ്. ബാക്കി വരുന്നുള്ളൂ. പ്രൈമറി അല്ല, ബാക്കിയുള്ള മാനേജർ ഫംഗ്ഷൻ വേണമെങ്കിൽ എഴുതിക്കും അല്ലെ. നെക്സ്റ്റ് അടുത്തതാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ്. ഇമ്പോർട്ടൻസ് ഡയറക്ഷൻസ് കൊടുക്കുന്നു. പിന്നെ എന്താണ്? റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് ഒഴിവാക്കാൻ പറ്റുന്നു, ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നു, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ കൺട്രോളിങ്ങിന് സഹായിക്കുന്നു. ലിമിറ്റേഷൻ ഓഫ് പ്ലാനിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ആക്ടിവിറ്റീസിനെ റിജിഡ് ആക്കി മാറ്റുന്നു. അതുപോലെ എന്താണ്? ലോങ് ടൈം പ്ലാൻസ് വെച്ചിട്ട് നമുക്ക് എൻവയോൺമെന്റ് കുറച്ച് ചേഞ്ചിങ് ആണെങ്കിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കോസ്റ്റ് കൂടുന്നു, സമയം കൂടുതലായിരിക്കും. മക്കളെ എപ്പോഴും ഈ ഒരു വേർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. പ്ലാനിംഗ് ഡസ് നോട്ട് പ്രൊവൈഡ് ഗ്യാരണ്ടി ടു സക്സസ്. അങ്ങനെയാണെങ്കിൽ അതിന് ലിമിറ്റേഷൻസ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഇത് കണ്ടുറപ്പിക്കുക. ലിമിറ്റേഷൻ ആയിരിക്കും. ഫംഗ്ഷൻ മാനേജ്മെന്റ് ഏതാണ്? പ്ലാനിംഗ് ആണ് കേട്ടോ മക്കളെ. ഓക്കേ, നെക്സ്റ്റ് അടുത്ത് പ്ലാനിംഗിന്റെ സ്റ്റെപ്സ് ഓർഡർ ആയിട്ട് പഠിക്കുക. കുറച്ചേ ഉള്ളൂ. ഒന്നാം സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, നമ്മൾ സെറ്റ് ചെയ്യുക, ഡെവലപ്പിംഗ് പ്രീമിസസ്, ചുറ്റുപാടുകളൊക്കെ. ഇത് മാത്രമായിട്ട് ഓൺലൈൻ ചോദിക്കാറുണ്ട്. എന്താണ് മക്കളെ ശ്രദ്ധിക്കുക? എന്താണ് പ്ലാനിംഗ് പ്രീമിസസ് ചോദിക്കട്ടെ, പുറത്ത് വെക്കുക. പ്ലാനിംഗ് പ്രീമിസസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ അസംഷൻസ്, പ്ലാനിങ്ങിന്റെ ഫ്യൂച്ചറിലെ അസംഷൻസിനാണ് എന്ത് പറയാ? പ്ലാനിംഗ് പ്രീമിസസ് എന്ന് പറയാ. നെക്സ്റ്റ് ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ പല ടൈപ്പ് പ്ലാൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റും ബെനിഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യാം? മിനിമം കോസ്റ്റ് വരുന്നതും മാക്സിമം ബെനിഫിറ്റ് വരുന്ന പ്ലാൻ സെലക്ട് ചെയ്യുക. ദെൻ എന്താണ്? പുട്ടിംഗ് പ്ലാൻ ഇൻ ടു ആക്ഷൻ അല്ലെ. നെക്സ്റ്റ് ഫോളോ അപ്പ് എടുക്കുക. ഇതാണ് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ. ടൈപ്സ് ഓഫ് പ്ലാൻ. ഈ പ്ലാനുകൾ രണ്ടായി തരംതിരിക്കാം. സിംഗിൾ പ്ലാനിങ്ങും സ്റ്റാൻഡിംഗ് പ്ലാനും. സിംഗിൾ എന്ന് പറഞ്ഞാൽ നോട്ട് ടു ബി റിപ്പീറ്റേഷൻ ഇല്ല. സ്റ്റാൻഡിംഗ് ഇപ്പോഴും നിലനിൽക്കുന്ന പ്ലാനാണ് സ്റ്റാൻഡിംഗ്. റെഗുലർ ആയിട്ട് വരുന്ന പ്ലാനാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ. സിംഗിൾ യൂസ് പ്ലാൻ നോക്കാം. ബഡ്ജറ്റ്,
പ്രോഗ്രാം, Program, സ്ട്രാറ്റജി, ഇതൊക്കെ സിംഗിൾ മക്കളെ. ഇതിന് WTS. ബഡ്ജറ്റിനൊക്കെ എക്സാമ്പിൾ വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണം മക്കളെ. Numerical terms express ചെയ്യുന്നത് ബഡ്ജറ്റ് ആണ്. അതുപോലെ all activities necessary for achieving a given objective ആണ് പ്രോഗ്രാംസ് ആണ്. program. കോംപ്രഹെൻസീവ് പ്ലാൻ ആണെങ്കിൽ സ്ട്രാറ്റജി ആണ്. സ്റ്റാൻഡിംഗ് പ്ലാനിലെ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ നോക്കാം. ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ട് എപ്പോഴും വൺ വേർഡ് ചോദിക്കാറുണ്ട് അല്ലെ സാറേ? എൻഡ് റിസൾട്ട്, അതായത് നമ്മളുടെ അവസാനത്തെ റിസൾട്ട് ഒബ്ജക്റ്റീവ്സ് ആണ്. ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് എത്രത്തോളം കൂട്ടിയാൽ അതൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ്. പോളിസി, ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിള്ളേരെ വേണ്ടൂ. പോളിസിയാണ്. പോളിസിയാണ്. നെക്സ്റ്റ് പ്രൊസീജിയർ, ഒരു ക്രോണോളജിക്കൽ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ സെലക്ഷൻ എന്താണ്? പ്രൊസീജിയർ ആണ്. നെക്സ്റ്റ് മെത്തേഡ്, അതായത് നമുക്ക് എഫിഷ്യന്റ് മെത്തേഡ് ആണ്. നെക്സ്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ നോ സ്മോക്കിംഗ് ഫാക്ടറി, ഫാക്ടറിയിൽ പുകവലിക്കാൻ പാടില്ല. അത് ആ ഫാക്ടറിയുടെ എന്താണ്? റൂളാണ്. ടൈപ്പ് ഓഫ് റൂളാണ്. കേട്ടാലേ എൻജോയ്മെന്റ് സെറ്റ് ആണ് കഴിച്ച് കാണിച്ചു അതെ സാർ എൻജോയ്മെന്റ് മാത്രം അപ്പൊ ചാപ്റ്റർ കഴിഞ്ഞു. 5ാമത്തെ ചാപ്റ്റർ ആണ് ഓർഗനൈസിംഗ്. ഓക്കെ, എന്നെ പരസ്യമായിട്ട് ആക്ഷേപിച്ചിട്ട് അതെ, ഇവിടെ ശ്രദ്ധിക്കണം. റൂളൊക്കെ ശ്രദ്ധിച്ച് വേണം അടിക്കാനായിട്ട്. നോ സ്മോക്കിംഗിന്റെ പരക്കാണ് സാർക്ക് നന്നായി അല്ലെ? എന്താണ്? ഇവിടെ ഇന്ന് കുറച്ച് എക്സാം അല്ലേ, കുറച്ച് ഗ്ലാമർ ആവാൻ കഴിയുന്നില്ല സാറേ. ഇത് ഡെൽവിൻ സാറിന്റെ കഴിവാ, ഞാൻ ഇതാക്കിയതല്ലോ സാർ. അത് ഒരു വശത്തേക്ക് മാത്രം അല്ല, സാർക്ക് വിളിച്ചിട്ടില്ലടാ, പനി പിടിച്ചൊക്കെ ചെയ്തില്ലേ? എന്താണ് സന്തോഷ്? ഞാൻ പറഞ്ഞില്ല റിച്ച് ആണ് സന്തോഷ് സോപ്പിന്. ഫ്രീകളോട് ഞാൻ അത് മാത്രമേ മേടിക്കാറുള്ളൂ. പേന കിട്ടും. ഇതെന്താണ് ആൻഡ്രി രണ്ട് ഷർട്ട് ഇട്ടേക്കണത്? ആൻഡ്രി ഓക്കെ, അച്ഛന്റെ വീട് ആൻഡ്രിയുടെ വീട് സ്നേഹം കൊണ്ടാ അല്ലെ? നെക്സ്റ്റ് അടുത്തത് ഓർഗനൈസിംഗ്. മക്കളെ ഓർഗനൈസിംഗ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഓർഗനൈസിംഗിന്റെ പ്രോസസ് നോക്കാം. 4 മാർക്കിന് 3 മാർക്കിന് ചാൻസ് ഉണ്ട്. പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. വർക്ക് ഐഡന്റിഫൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതെന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യുക, ഡ്യൂട്ടീസ് ഓരോ എംപ്ലോയീസിനും അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഓർഗനൈസേഷനിലെ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ലീഡർഷിപ്പ് എന്ത് ചെയ്യുക? എസ്റ്റാബ്ലിഷ് ചെയ്യുക. സെറ്റ് അല്ലേ മക്കളെ? 4 മാർക്കിന് കണക്കാക്കി നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. ചോദിക്കാറുണ്ട് കേട്ടോ. സ്പെഷ്യലൈസേഷൻ, ക്ലാരിറ്റി, ആർക്ക് റിപ്പോർട്ട് ചെയ്യണം. ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. യെസ്, ഓക്കെ. നെക്സ്റ്റ് അടുത്തത് എന്താണ്? ഒപ്റ്റിമൽ യൂട്ടിലൈസ് ഓഫ് റിസോഴ്സസ്, എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ, ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ ആണ് എന്ത്? ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് അടുത്തതാണ് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ. നോക്കാം മക്കളെ, ഇതും 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് മാനേജറിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ടാസ്കുകൾ പെർഫോം ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്കിനെയാണ് എന്ത്? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്? മാനേജ്മെന്റും ഉണ്ട്, അവരുടെ ഓപ്പറേറ്റിംഗ് ടാസ്കുകളും ഉണ്ട്. അതാണ് എന്ത്? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. സെറ്റ് ആണ് കഴിച്ച് കാണിച്ച് ഓക്കെ ആണെങ്കിൽ ദെൻ സ്പാൻ ഓഫ് മാനേജ്മെന്റിലേക്ക് പോകാം. സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സുപ്പീരിയർക്ക് എത്ര സബോർഡിനേറ്റേഴ്സിനെ എഫക്റ്റീവ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിന്റെ എണ്ണത്തിനെയാണ് എന്ത് പറയാ? സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാം. തെറ്റാണ് കൈവശിക്കാണിച്ചേ. നമ്പർ ഓഫ് സബോർഡിനേറ്റേഴ്സ് ദാറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയേഴ്സ്. അവിടുത്തെ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റാണ് കൈവശിക്കാണിച്ചേ. നമ്പർ ഈസ് ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് അടുത്തത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറില് 2 സ്ട്രക്ചർ ഉണ്ട്, ഫങ്ഷണലും ഡിവിഷണലും. സെറ്റാണ് കൈവശിക്കാണിച്ചേ. ഇതിന്റെ ഡയഗ്രാം എത്ര പേർക്ക് വരയ്ക്കാൻ അറിയാം മക്കളെ? ഡയഗ്രാം വരയ്ക്കാൻ കൈവശിക്കാണിച്ചേ. ഡയഗ്രാം വരയ്ക്കാറിയുന്നവർ വരയ്ക്കാറുണ്ടേ? ഇതിന്റെ ഡയഗ്രാം എത്രയ്ക്ക് വരയ്ക്കാൻ അറിയാം? ഫംഗ്ഷനും ഡിവിഷനും ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. വരച്ചില്ലെങ്കിൽ വരച്ച് പഠിച്ചോ. യെസ്, ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? There's a separate department for each major function. നമ്മൾ ഓർഗനൈസേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫംഗ്ഷന്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്താൽ അത് ഫംഗ്ഷണൽ സ്ട്രക്ചർ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിഇഒ, മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ജനറൽ മാനേജർ കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഫിനാൻസ്, പ്രൊഡക്ഷൻ, അങ്ങനെ ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റുകൾ വരയ്ക്കാം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നിങ്ങൾ ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യാം. അഡ്വാൻസ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. ഇല്ല പറഞ്ഞിട്ടില്ല. യെസ്, വേറെ
ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കട്ടോ. ശ്രദ്ധിക്കൂ. അഡ്വാൻസ് നോക്കിയാൽ മക്കളെ, ഡിവിഷണൽ ആകുമ്പോൾ നമുക്ക് വർക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും, അതുപോലെ കോർഡിനേഷൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും, എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുക്കാൻ എളുപ്പമായിരിക്കും, അതുപോലെ എന്താണ് ഓരോ ഫംഗ്ഷനും എന്താണ് ഓരോ അറ്റൻഷൻ കിട്ടും. നെക്സ്റ്റ് കോർഡിനേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും, പിന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ സംഘർഷം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഡിവിഷണൽ ആകുമ്പോൾ അപ്പൊ ഒരു കമ്പനിക്ക് ഒരു മാനേജിംഗ് ഡയറക്ടറിന്റെ അണ്ടറിൽ പല പല പ്രൊഡക്റ്റുകൾ ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം. കോസ്മെറ്റിക്സ് ഉണ്ടാവാം, മെഡിസിൻ ഉണ്ടാകാം, ഗാർമെന്റ്സ് ഉണ്ടാകാം, ഫുഡ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് കോസ്മെറ്റിക്സിന്റെ അടിയിൽ തന്നെ പല പല മൾട്ടി ഫംഗ്ഷൻസ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസിങ്, അതുപോലെ മെഡിസിൻ, അങ്ങനെ വരും. ഇതാണ് ഡിവിഷണൽ. കുറെ ഡിവിഷൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരാട്ടാ, ഒരു ഓർഗനൈസേഷന് പല പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും പുറത്ത് വെക്കാൻ മക്കൾ ഡിവിഷൻ സ്ട്രക്ചർ ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? ഫസ്റ്റ് അഡ്വാൻസ് നോക്കിയാൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് പോകാനാണ് ബുദ്ധിമുട്ടാണ്, ഇവിടെ നിന്ന് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ എന്താണ് നമുക്ക് ഓരോ ഡിവിഷനും ഓട്ടോണമസ്, ഓരോന്നിനും സ്വയം ഭരണാവകാശം ഉണ്ടായിരിക്കും. അതുപോലെ എന്താണ് ഓരോന്നിനും നമുക്ക് ഓരോ ഡിവിഷണൽ ഹെഡിന്റെ സ്കില്ല് കൂടും, കാരണം എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ. അതുപോലെ എക്സ്പാൻഷൻ, ഗ്രോത്ത് ഒക്കെ വളർച്ച ഉണ്ടാകും. അതുപോലെ ഡിസഡ്വാൻസ് ആണെങ്കിൽ ഓൾറെഡി ചെയ്ത ജോലികൾ വീണ്ടും ആവർത്തിക്കുകയാണ്, അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫോർട്ട്, പിന്നെ സ്മോൾ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ അല്ല. ഇതൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻസ്. ഇനി നോക്കാം ഡിഫറൻസ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇതാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്, ഇത് പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ആണ്. ഈസി ആയിട്ട് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റും. കോസ്റ്റ്ലി ആയിരിക്കും. ഇത് സ്മോൾ ഓർഗനൈസേഷൻ സ്യൂട്ടബിൾ ആണ്, ഇത് ബിഗ് ഓർഗനൈസേഷൻ സ്യൂട്ടബിൾ ആണ്. ഓക്കെ മക്കളെ? യെസ്. അടുത്തതാണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും. അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ പഠിച്ചില്ലേ? അതേപോലെ തന്നെയാണ്. അപ്പൊ കമ്പനിയാണ് എന്ത് ഇൻഫോർമൽ ഫ്രണ്ട്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതിനാണ് ഇവിടെ ഫോർമൽ ഓർഗനൈസേഷൻ. അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തേക്കുന്ന എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെയാണ് എന്ത് പറയാ, ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാ. മക്കളെ ഓർത്ത് വെക്കുക, ടോപ്പ് മാനേജ്മെന്റ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ആണ്. വൺ വേർഡ് ചോദിക്കും കേട്ടോ. അഡ്വാൻറ്റേജ് നോക്കാം. ക്ലാരിറ്റി, വർക്ക് റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി ഉണ്ട്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്, യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്, അതുപോലെ എന്താണ് സ്റ്റെബിലിറ്റി ഉണ്ടാകും, കോർഡിനേഷൻ. അതുപോലെ ഡിസഡ്വാൻറ്റേജ് ആണെങ്കിൽ സ്കാലാർ ചെയിനിൽ കൂടി കൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് വൈകും. അതുപോലെ വർക്കിന് മാത്രം ഫോക്കസ് കൊടുക്കോളൂ, റിജിഡ് ആയിരിക്കും. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ്സ്, ഗോസിപ്പ് പറയൂലേ, സോഷ്യൽ ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ഫ്രണ്ട്ഷിപ്പിനിടയിലുള്ള നെറ്റ്വർക്ക്സ് ആണ് ശരിക്കും ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതിന്റെ ഫീച്ചർ സ്പോണ്ടേനിയസ്ലി ആണ്, പെട്ടെന്ന് നമ്മൾ ചെയ്യും അല്ലെ. റൂൾസും റെഗുലേഷൻസും ഇല്ല, ഫിക്സഡ് ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇല്ല, സ്പെസിഫിക് ആയിട്ട് സ്ട്രക്ചറും ഇല്ല. ഇൻഫർമേഷൻ ഒക്കെ പെട്ടെന്ന് വരക്കും അല്ലെ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, പെട്ടെന്ന് വരക്കും, മിനിറ്റ് വെച്ച് സെക്കൻഡ് വെച്ച്. അതെ, നമ്മളുടെ മനസ്സുഖം അല്ലെ. നെക്സ്റ്റ് അടുത്തത് അഡ്വാൻസ് ആണെങ്കിൽ പരദൂഷണം പരക്കാം, കല്ലൂർസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. നെക്സ്റ്റ് അതേപോലെ പഠിക്കേണ്ടതാണ് ഫോർമലും ഇൻഫോർമലും തമ്മിലുള്ള ഡിഫറൻസ്. ഓട്ടോമാറ്റിക്കലി അറൈസ് ബൈ ദി സോഷ്യൽ ഇന്ററാക്ഷൻ ഓഫ് എംപ്ലോയീസ് ആണ്. ഇവിടെ പർപ്പസ് ഇല്ല, ഇതെന്താണ് ഫ്ലെക്സിബിൾ ആണ്. ഇവിടെ അങ്ങനത്തെ ചെയ്യുന്നില്ല, ഏതിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. ഇവിടെ അതോറിറ്റി ഇല്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒന്നുമില്ല, പരദൂഷണം മാത്രമേ ഉള്ളൂ. യെസ്. യെസ് മക്കളെ, ഡെലിഗേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഡെലിഗേഷൻ വർക്ക് സബോർഡിനേറ്റേഴ്സിന് എന്ത് ചെയ്യാ, വീതിച്ചു കൊടുക്കുക. യെസ്, ഓക്കെ. അവർക്ക് വീട്ടിൽ കാര്യങ്ങൾ നോക്കണ്ടേ, വർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. മൂന്ന് എലമെന്റ് മാറിപ്പോകരുത്. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. യെസ്, അതോറിറ്റി എന്താ? റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആണ്. റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആണ് എന്ത്? അതോറിറ്റി. എന്താ? റെസ്പോൺസിബിലിറ്റി, ഒബ്ലിഗേഷൻ ടു പ്രോപ്പർലി പെർഫോം ആണ്. അക്കൗണ്ടബിലിറ്റി, ലാസ്റ്റ് ആൻസറിന് ആൻസർ പറയുകയാണെങ്കിൽ എന്താണ്? ഫൈനൽ ഔട്ട്കം. അടുത്ത ഡെലിഗേഷൻ ഇമ്പോർട്ടൻസിലോട്ട് പോകാം. ഡെലിഗേഷൻ ഇമ്പോർട്ടൻസ് എന്താണ്? വർക്ക് ലോഡ് മാനേജറുടെ കുറയ്ക്കാൻ സഹായിക്കുന്നു, എംപ്ലോയിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, മോട്ടിവേഷൻ കൊടുക്കുന്നു, എംപ്ലോയിക്ക് ഓർഗനൈസേഷന് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, സബോർഡിനേറ്റ് റിലേഷൻ ഉണ്ടാകുന്നു. യെസ്, ഓക്കേ. അടുത്തതാണ് അതോറിറ്റി, റെസ്പോൺസിന്റെ ആ മൂന്ന് എലമെന്റുകളുടെ ജസ്റ്റ് ഒരു ഡിഫറൻസ് ആണ്. ഇത് റൈറ്റ് ടു കമാൻഡ് ആണ്, അത് ഒബ്ലിഗേഷൻ ടു പെർഫോം ടാസ്ക് ആണ്.
ദ ആൻസറബിലിറ്റി ഓഫ് ഔട്ട്കം ആണ്. It can be delegated. റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് അടുത്തത് Arise from formal position ആണ്. ഇത് ഡെലിഗേഷനോ അതോറിറ്റി കിട്ടുമ്പോഴാണ് അത് റെസ്പോൺസിബിലിറ്റി വരാ. ഇത് റെസ്പോൺസിബിലിറ്റി കിട്ടുമ്പോഴാണ് അക്കൗണ്ടബിലിറ്റി വരാ. Flows downward ആണ്. ഇതാണെങ്കിലോ ഫ്ലോസ് ഫ്രം സബോർഡിനേറ്റർ ടു സുപ്പീരിയർ ആണ്. ഇവിടെ സബോർഡിനേറ്റർ ടു സുപ്പീരിയർ ആണ്. Next topic ആണ് centralization. ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. അവരുടെ ഡിഫറൻസ് എന്ന് പറയാൻ കാണിച്ചു. ഈ ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും ഡിഫറൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരുപാട് തവണ എക്സാം ചോദിച്ചിട്ടുണ്ട്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരൊറ്റ വ്യക്തിക്ക് അല്ലെ ഒരൊറ്റ വ്യക്തിക്ക് വിധിച്ച് കൊടുക്കുകയാണെങ്കിൽ മാനേജർ പോയിട്ട് അതിന്റെ താഴെയുള്ള സബോർഡിനേറ്റേഴ്സിന് വർക്ക് കൊടുത്താൽ അതെന്താണ് ഡെലിഗേഷൻ. അപ്പൊ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ ആണെങ്കിൽ ഡെലിഗേഷൻ ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു ലെവലിൽ നിന്ന് മറ്റു ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 1 person to another delegation. Delegation. ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്കാണ് ജോലി കൊടുക്കുന്നതെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ആണ്. ഇത് റെസ്പോൺസിബിലിറ്റി cannot be delegated ആണ്. ഇവിടെ റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കമ്പൽസറി ആക്ടിവിറ്റി ആണ്. ഇത് കമ്പൽസറി അല്ല, ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. മോർ കൺട്രോൾ ടു സുപ്പീരിയർ. സുപ്പീരിയർലി നല്ല ലെസ് ഫ്രീഡം ടു സബോർഡിനേറ്റ്. സുപ്പീരിയർ പറയും സബോർഡിനേറ്റർ ചെയ്യണം. ഇവിടെ അങ്ങനെയല്ല, സുപ്പീരിയർ തന്നിട്ട് പോകും. ലോവർ ലെവൽസിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റും. ലോവർ ലെവൽസ് ഇവിടെ ഫ്രീഡം ഉണ്ട്. ഇത് ഇൻഡിവിജ്വൽസ് കാരണം എന്തുകൊണ്ടാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തി ടോട്ടാലിസ്റ്റിക് ആണ്. കാരണം ഒരു ലെവലിൽ നിന്ന് മറ്റു ലെവലിലേക്ക് പോവാണ്. യെസ് നമ്മുടെ ചാപ്റ്റർ ഇസ് കംപ്ലീറ്റ് ആണ്. അതന്നെ അവർക്കൊന്നും എല്ലാവരും നാളത്തെ എക്സാമിന് എഴുതേണ്ടത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഫസ്റ്റ് സെക്ഷനില് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ അല്ലേ. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് എഴുതാനും അതുപോലെ 1 word ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ 10 എണ്ണത്തിൽ ചിലപ്പോൾ 8 എണ്ണം ഒക്കെ എഴുതാനായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, 10 എണ്ണം എഴുതി വെച്ചോളൂ കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട്സ് ഇല്ലേ, PDF നോട്ട്സ് നിങ്ങൾക്ക് വേണോ? അപ്പോ അതാണ് അലൻ ചോദിക്കാൻ വന്നത്. എനിക്കറിയാം, നിന്റെ മനസ്സ് ഞാൻ അറിഞ്ഞടാ, എനിക്കറിയാം നീ അതാ ചോദിക്കാൻ പോണെന്ന് എനിക്കറിയാം. കുറെ നാളായില്ല നിന്നെ കാണുന്നത്. അപ്പൊ നിന്റെ മനസ്സ് ഞാൻ വായിച്ചറിഞ്ഞു കേട്ടോ. അപ്പൊ എന്താ ചെയ്യുന്നത് അറിയാം മക്കളെ, ഈ വീഡിയോ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും, പബ്ലിക് ആക്കും. അപ്പൊ അതിന് തൊട്ട് താഴെയായിട്ട് എന്തുണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫുൾ PDF കിട്ടും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? കിട്ടിയാടാ? ഇപ്പൊ തന്നെ ഞാൻ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത ചാനലാണെങ്കിൽ കിട്ടും. ഈ വീഡിയോ കിട്ടും. അതിന് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ അറിയാം എന്തിട്ടാന്ന്. അപ്പൊ അതിനകത്ത് എന്തുണ്ടാവും, ഗൂഗിൾ ഫോം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ PDF കിട്ടും. അപ്പോ 10 ക്വസ്റ്റ്യൻസ് എന്തുവാണ് അത്, 10 ക്വസ്റ്റ്യൻസിൽ 8 എണ്ണം എഴുതാനായിരിക്കും. നിങ്ങൾ 10 എഴുതിക്കോളൂ. 10 എണ്ണം കിട്ടുന്നില്ല എന്ന് കരുതി അവിടെ ഇവിടെ നോക്കി 10 എണ്ണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അരമണിക്കൂർ കളയരുത് കേട്ടോ. അതിന് എന്ത് ചെയ്യാ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അടുത്ത് അറ്റംപ്റ്റ് ചെയ്യുക. അത് എത്ര എണ്ണാണോ എഴുതാൻ പറഞ്ഞേക്കുന്നത് അത് മാത്രം എഴുതിയാൽ മതി. 6 എണ്ണത്തിൽ 4 എണ്ണം ചെയ്യാൻ പറഞ്ഞ 4 എണ്ണം എഴുതാം. അടുത്ത സെക്ഷനും എത്ര എണ്ണയാണോ പറഞ്ഞേക്കുന്നത് അത് എഴുതാം. അപ്പൊ ആദ്യം കൂൾ ഓഫ് ടൈമിൽ ടിക്കറ്റ് വെക്കുക, ഏതൊക്കെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നത്, എന്നിട്ട് അത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അതിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തതിന് ശേഷം ബാക്കി വല്ല സമയം ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാ സെക്ഷനിൽ നിന്നും അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ വീശി കാണിച്ചേ. ഇനി 2 മാർക്കിന് ചോദിച്ചാൽ ഒരു 2 or 3 ലൈൻ എഴുതിയാൽ മതി കേട്ടോ. അരപ്പുറമൊന്നും എഴുതണ്ട. ഇനി 3 മാർക്കോ 4 മാർക്കോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പുറത്തിന്റെ ഒരു അരപ്പുറം 3/4 പുറമൊക്കെ ആയിട്ട് എഴുതുക. ഓക്കെ അല്ലേ? 5 മാർക്കിനാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പേജ് ഒരു സൈഡ് ഫുൾ എഴുതാൻ ശ്രദ്ധിക്കുക. ഒരു പേജ് ഫുൾ സൈഡ് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് എക്കണോമിക്സിന്റെ ബുക്കാണ്. അപ്പോൾ ഒരു സൈഡ് ഫുൾ എഴുതാൻ ശ്രദ്ധിക്കുക 5 മാർക്കിനാണെങ്കിൽ. 8 മാർക്കിനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മക്കളെ ഒരു പേജിന്റെ 2 പുറമെങ്കിലും, ഈ പുറം ഫുള്ളും ഈ പുറം ഫുള്ളെങ്കിലും മിനിമം എഴുതിയിട്ടുണ്ടാകണം. ഓക്കെ അല്ലേ? മിനിമം മാക്സിമം എത്ര വേണമെങ്കിലും. ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ടീച്ചർ ഇവിടെ ഉണ്ട്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം നിങ്ങൾക്ക്. ബാക്കിയുള്ള ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ടൊക്കെ എക്സാം എഴുതാൻ മക്കളെ. സൂപ്പർ ആയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കേണ്ട മക്കളെ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും വായിക്കുക. നിങ്ങൾ പാനിക് ആവരുത്. സോറി, പാനിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എക്സാം ഒക്കെ ടൈം വെച്ചാണല്ലേ. യെസ്, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. അപ്പൊ ഇന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നാളെ ക്ലാസ് ഉണ്ടല്ലേ? യെസ്, നമുക്ക് നാളെ രാവിലെ നമുക്ക് 6 മണി മുതൽ 7:30 വരെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. 7 മണി കേറുള്ളത് ഹാരിച്ചത്. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിന്റെ ബേസിസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം. അപ്പൊ മാക്സിമം എല്ലാവരും കയറാനായിട്ട് ശ്രമിക്കണം കേട്ടോ.